സാഹിത്യം കാലത്തിൻ്റെ കവാടം എന്ന വിഷയത്തിൽ നിന്നും ഒരുപക്ഷെ ഈ കാലത്തിൻ്റെ പ്രതിഫലനം കാണുന്ന മറ്റൊരു രംഗം എന്നുള്ളത് മാധ്യമ പ്രവർത്തന രംഗം തന്നെയാണ്. ഇന്ന് നമ്മളെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മാധ്യമങ്ങളിൽ ഒന്ന് ടെലിവിഷൻ തന്നെയാണ്. ആ ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന 2 എക്സ്പേർട്സ് വേദിയിലെത്തി സംഭാഷണം മുന്നോട്ട് നയിക്കാനായി ഒരുങ്ങുന്നു. ഏറ്റവും ആദ്യം വേദിയിലേക്ക് ക്ഷണിക്കുന്നത് വാഗ്വാദം എന്ന രസകരമായ ഈ സെഗ്മെന്റിലേക്ക് ആദ്യം ക്ഷണിക്കുന്നത് ഇസ് a senior Indian Information Service officer, Sri Satish Namboodiripadu. Welcome, sir. We request you to please join us on stage. മുൻ രാഷ്ട്രപതി ഡോക്ടർ കെ.ആർ. നാരായണന്റെ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി, കേരളത്തിലെ നോർക്ക റൂട്ട്സ് ആദ്യ ചീഫ് എക്സിക്യൂട്ടീവ്, കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിലെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഇന്ത്യയുടെ ഡയറക്ടർ തുടങ്ങി നിരവധി ഔദ്യോഗിക പദവികൾ വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൂരദർശന്റെ ഡയറക്ടർ ജനറൽ ആണ്. 3 decades of service in public administration and governance and communication. So this is indeed the right person to join us for this session. Morning and welcome, sir. ഇനി വേദിയിലേക്ക് എത്തുന്ന വ്യക്തിയെക്കുറിച്ച് ഒരു പക്ഷേ ആമുഖം എത്ര പറഞ്ഞാലും ആളുടെ പവറിനത്ര ഒരു ആമുഖം നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു തീപ്പൊരി പാരുന്ന ശൈലിയോടുകൂടി എപ്പോഴും എല്ലാ രീതിയിലും വാർത്താ അവതരണത്തിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ വ്യക്തിയാണ്. സ്ട്രോങ് കണ്ടന്റ്, സ്ട്രോങ്ങർ കമാൻഡ്. പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ് മിസ് സുജയ പാർവതി. സൊൽവല്ലൻ സോർവിലൻ അഞ്ചാൻ അവനെ ഇകൾ വല്ലൽ യാർക്കും അരുത് എന്ന തമിഴ് തിരുക്കുറൽ ആണ് ഈ സമയം ഓർക്കുന്നത്. 647 കുറലാണ്. സംസാരിക്കാൻ ഒട്ടും ഭയമില്ലാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തെ വെല്ലാൻ കഴിയുമെന്നതാണ്. അത്തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്ററാണ് വേദിയിൽ എത്തിയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നിങ്ങൾക്കായി വേദി വിട്ടു നൽകുകയാണ്. ഓവർ ടു യു മാം ആൻഡ് ഓവർ ടു യു സർ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നല്ല ഒരു പ്രഭാതമാണ്. ആ പ്രഭാതത്തിൽ നിന്ന് നമ്മൾ മധ്യാഹ്നത്തിലേക്ക് കടക്കുമ്പോഴാണ് വാഗ്വാദവും വേണമെന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷേ സാറിനെ പോലെ ഒരാളുടെ അടുത്ത് ഒരു വാഗ്വാദത്തിൻ്റെ ഒരു സ്പേസ് അല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിന് മുന്നിൽ എത്രയോ എളിയവളാണ് ഞാനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ആദ്യം തന്നെ സംഘാടകർക്ക് നന്ദി അറിയിക്കുന്നു. ഒരു ഗ്രാമത്തിൽ വെച്ച് ഒരു വാക്കിൻ്റെ വേദി ഉണ്ടാവുക എന്നത് അത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. ആ മാതൃക കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിടെയുണ്ട്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ എത്തുന്നു എന്നുള്ളതിൽ സാറ് ഇതുമായി നേരത്തെ തന്നെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച, അല്ലെങ്കിൽ ഇവർ എല്ലാവരുമായും നല്ല ബന്ധമുള്ള ആളാണ്. അപ്പോൾ സാർ, ഇവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വാക്കിനെ കുറിച്ച് പറയാനാണ്, വാദിക്കാനാണ്. പക്ഷേ വാദത്തിനേക്കാൾ അപ്പുറം വാക്കിന് എത്രത്തോളം ഈ മാധ്യമ ലോകത്ത് അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ സ്വാധീനമുണ്ട് എന്നത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം, അല്ലേ? താങ്ക് യു സുജയ. വാഗ്വാദത്തിന് സാധ്യതയേക്കാൾ അധികം ശേഷിയില്ല എന്നുള്ളതാണ് സത്യം. വാഗ്വാദത്തിന് എന്തായാലും പുറപ്പെടുന്നില്ല. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. കാരണം വാക്ക് എന്താണ് ഈ പുതിയ ലോകം, പുതിയ കാലം, അല്ലെങ്കിൽ പുതിയ കാലം പുതിയ ലോകം എന്ന ഇതിൻ്റെ ഈ ഒരു ആശയത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് വാഗ്വാദം എന്ന ഈ ചെറിയ വിഷയങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ ആദ്യം പറയാൻ വിചാരിക്കുകയാണ്. മനുഷ്യൻ്റെ ആശയ വിനിമയത്തിൻ്റെ പ്രധാന ഉപാധി ആയിട്ടുള്ള ഭാഷയുടെ ആത്യന്തികമായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ടൊരു ഘടകമാണ് വാക്ക്. അക്ഷരമാലയുണ്ട്, പക്ഷേ അക്ഷരമാലയിൽ കൂടി മാത്രം വാക്കിൽ കൂടിയാണ്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വാദം എന്ന വാക്കിൽ ഒരുപക്ഷെ ഒരു എതിരാളി ഈ പറഞ്ഞ പോലെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ഒരു അക്ഷരാർത്ഥത്തിൽ അതിനെ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് മാത്രമുള്ള ഒരു വിതരണം എന്നുള്ള നിലയിൽ കാണാം. അതെ, ക്ഷമിക്കണം, ഒരു എതിരാളി അതിലുണ്ട് വാദം എന്ന വാക്കിൽ. പക്ഷേ ആ നിലയിലല്ല നമ്മുടെ അഭിപ്രായ പ്രകടനം എന്നുള്ള നിലയിൽ നോക്കാം. വാഗ്വാദം എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിലൊരു എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഇപ്പോൾ കോൺവെർസേഷനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള നിലയിലോ മറ്റേ തീർച്ചയായിട്ടും അത് മാറുകയാണ്. അപ്പോൾ വാക്കിനെ നമ്മൾ ഭാഷ എന്ന നിലയിൽ കാണുകയാണ്.
ഭാഷ ഈ 15 ബില്യൺ ജീവജാലങ്ങൾ ഈ ലോകത്തുണ്ട് എന്നാണ് പറയുന്നത്. 15,000 കോടി ജീവജാലങ്ങളിൽ നിയമിതവും അല്ലെങ്കിൽ നിയതവുമായിട്ടുള്ള ഈ സന്തോഷ് കുമാറിനെ പോലെയുള്ള വലിയ വലിയ എഴുത്തുകാരൊക്കെ ഇപ്പോൾ സംസാരിച്ച ശേഷമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എത്രമാത്രം ഭാഷാശാസ്ത്രജ്ഞനോ നോവലിസ്റ്റോ ഒന്നും അല്ലാത്തത് കൊണ്ട് എത്രമാത്രം ശക്തമായിട്ട് ഇത് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഈ ലാംഗ്വേജ് എന്ന നിലയിലുള്ള ഭാഷ, നമ്മൾ മലയാളത്തിലെ ഭാഷയ്ക്ക് മറ്റുള്ള ശരീരഭാഷ എന്നുള്ള നിലയിലല്ല, ലാംഗ്വേജ് എന്നുള്ള നിലയിൽ ഭാഷ ഒരുപക്ഷെ മനുഷ്യർക്ക് മാത്രമുള്ളതാണ്. വേറെ ആർക്കും കമ്മ്യൂണിക്കേഷൻ എല്ലാവർക്കും ഉണ്ടെങ്കിലും ഭാഷ നമുക്ക് മാത്രമേ ഉള്ളൂ. ഈ ഭാഷ നമ്മുടെ സ്വത്വത്തിൻ്റെ, ഈ ഇൻഹെറിറ്റഡ് സഞ്ചിത സ്വത്വത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകവുമാണ്. രാജ്യങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു പക്ഷേ ഭാഷയാണ്. ബ്രിട്ടീഷുകാരെന്നോ ജർമ്മനോ, ഇപ്പോൾ കേരളത്തിൽ തന്നെ മലയാളി അല്ലെങ്കിൽ കർണാടകക്കാരൻ, കേരളക്കാരൻ, കർണാടകം, തമിഴ്നാട്, ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ നേപ്പാളി, ഇതൊക്കെ ഭാഷയുടെ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സഞ്ചിതമായിട്ടില്ലെങ്കിൽ ഇൻഹെറിറ്റഡ് ഐഡൻറ്റിറ്റിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം ഭാഷയാണ്. ബാക്കിയൊക്കെ ചിലപ്പോൾ നമ്മുടെ മുകളിൽ കെട്ടിയേൽപ്പിച്ചതോ അല്ലെങ്കിൽ കൽപ്പിതമായിട്ടുള്ളതോ ആയിരിക്കാം. ജാതിയോ മതമോ കുടുംബവും തന്നെ ഒരളവ് വരെ നമുക്ക്. പക്ഷേ ഏത് ഭൂപ്രദേശത്ത് ജനിച്ചോടെ ഭാഷയപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. രണ്ടാമത്തേത് പക്ഷേ നമുക്കതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനുള്ള ആ ഒരു നിലയിൽ ഇനി വാക്ക് എന്നുള്ളൊരു വാക്കാണെങ്കിൽ ആ ഒരു വാക്ക് എന്നുള്ളൊരു വാക്ക് ആണെങ്കിൽ വാക്കിൽ നിന്ന് നമുക്ക് മാധ്യമത്തിലേക്ക് വരാം. ഈ ഭാഷയുടെ വാക്കിന്റെ ഉപയോഗത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ഇപ്പോൾ കൂടുതലും സാഹിത്യവുമായി ബന്ധപ്പെട്ട് പ്രയോഗിക്കുന്ന വാക്കുകൾക്കപ്പുറം മാധ്യമ ലോകത്ത് അങ്ങയുടെ ഒരു മേഖലയിൽ അങ്ങ് കണ്ടുവന്നിട്ടുള്ള ഒരു മാറ്റങ്ങൾ, വാക്കിന്റെ ഉപയോഗത്തിൽ തന്നെ വാക്കുകളിൽ നിന്ന്, വാചകങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള പ്രയോഗങ്ങളുടെ ഒരു പുനർവായനയിലേക്കൊക്കെ പോകുന്ന, കാലത്തിനനുസരിച്ച് മാറുന്ന ഒരു രീതിയാണ് മാധ്യമ ലോകത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഉണ്ടായ മാധ്യമങ്ങളുടെ ഒരു മാറ്റത്തിൽ നിന്ന് ഇപ്പോഴത്തെ വാക്കുകളുടെ ഉപയോഗത്തിൽ അടക്കം വന്നിട്ടുള്ള ഒരു മാറ്റം, അത് എത്രത്തോളം കഴിഞ്ഞ ഒരു 25 വർഷം എനിക്ക് എടുക്കാമെന്ന് തോന്നുന്നു നമുക്കല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു 25 വർഷത്തിനിടയിൽ വന്നിരിക്കുന്ന മാറ്റം 2000 മുതൽ 2025 വരെ, അതായത് പുതിയ മാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ ഡീപ് ഫേക്കിൻ്റെയും കാലത്തേക്ക് നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് എത്രത്തോളം നമ്മൾ മാറിയിട്ടുണ്ട് വാക്കിൻ്റെ ഉപയോഗത്തിൽ? 25 കൊല്ലത്തിനുള്ളിൽ അതിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ 25 കൊല്ലത്തിനുള്ളിൽ വളരെ കാര്യമായിട്ട് കാണുന്ന ഇതിൻ്റെ ചിലപ്പോൾ 1960 മുതൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. ഈ നമ്മൾ വാക്കുകൾ, നമ്മൾ ഈ ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാർത്താ മാധ്യമത്തിൻ്റെ ഇതെന്ന് നോക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു വാർത്ത, അറിവ്, വിജ്ഞാനം, അതിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങലാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ പണ്ട് വാക്കുകളിൽ കൂടി ശ്രുതി എന്നുള്ള നിലയിലൊക്കെ വേദങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പുസ്തകങ്ങൾ കയ്യെഴുത്ത് പ്രതികളായിട്ട് വന്നു. അത് കഴിഞ്ഞ് പേപ്പറസ് കണ്ടു, കുറേയും കൂടി പുസ്തകമായി. പിന്നെ പ്രിൻറ്റിംഗ് പ്രസ് വന്നു 1440 ആയിട്ട്, ജോഹന്നാസ് ഗുട്ടൻബർഗൊക്കെ. പിന്നെ ടൈപ്പ് റൈറ്റർ 1800. ഇതൊക്കെ കഴിഞ്ഞൊരു ഇത് 25 കൊല്ലത്തിൻ്റെ അല്ല, 25 കൊല്ലം അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമാണ്. 1960 ശേഷം വന്നിട്ടുള്ള 4 പ്രധാന കാരണങ്ങൾ. ഒന്ന് ആദ്യം കമ്പ്യൂട്ടർ, പിന്നെ ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ, പിന്നെ ഇത് രണ്ടും കൂടിയുള്ള മൊബൈൽ ടെലിഫോണി. ഈ 4 കൂടിയിട്ടുള്ളതാണ് ഈ മുക്കുവൻ്റെ ഭൂതം, അല്ലെങ്കിൽ എന്താ പറയുക, ഭൂതത്തിനെ പുറത്തേക്ക് വിട്ടുള്ള, കുപ്പിയിൽ നിന്ന് ഭൂതത്തിനെ പുറത്തേക്ക് വിട്ടിട്ടുള്ള 4, ഈ ജീനി ഈ പുറത്തേക്കാക്കിയുള്ള ഈ 4 ഘടകങ്ങൾ ഇതായിരിക്കാം ഒരുപക്ഷെ ഇന്നത്തെ ഈ നവമാധ്യമത്തിൻ്റെ. അപ്പോൾ 25 കൊല്ലത്തിന് കുറച്ചും കൂടി മുന്നോട്ട് പോകണമെന്ന് പറയാനുള്ള കാരണം അതാണ്. തീർച്ചയായിട്ടും അതിനുശേഷം അതിൻ്റെ ബഹിർസ്ഫുരണങ്ങൾ നമ്മൾ വളരെ കാര്യമായിട്ട് കാണുന്നത് ഈ കഴിഞ്ഞ ഒരു 10-25 കൊല്ലത്തിനുള്ളിലാണ്. നമ്മൾ വിചാരിക്കുന്നതിലും പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ കോണ്ടൻറ്റ് ആൻഡ് ക്യാരിയേജ്, അതായത് നമ്മുടെ കയ്യിലുള്ള ഉള്ളടക്കവും അത് പ്രകടിപ്പിക്കാനുള്ള വഴികളും നമ്മുടെ കയ്യിൽ ഒന്നായിട്ട് കിട്ടി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല പണ്ടുള്ളവർക്കും കഥകൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്കും എന്തെങ്കിലും പറയാനുണ്ടായിരുന്നില്ല, അവരും ഇതേപോലെയൊക്കെ പറയാൻ ശക്തരായിരുന്നില്ല എന്നുള്ളതല്ല ഒരു പക്ഷേ കാരണം. അവർക്കത് പ്രകടിപ്പിക്കാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നില്ലായിരിക്കാം. ഇന്നിപ്പോൾ അത് രണ്ടും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും എന്തും പറയാം, പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ലോകം മുഴുവൻ എത്തിക്കാനുള്ള ഒരു കഴിവായി കഴിഞ്ഞു. ഒരു കാര്യം ഞാൻ ഇടപെട്ട് ചോദിച്ചോട്ടെ, ഇപ്പോൾ എഴുത്തുകാരാണല്ലോ ഏറ്റവും കൂടുതൽ വാക്കുകളുടെ പ്രയോഗത്തിൽ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിതൊരു എഴുത്തിൻ്റെ ഒരു വേദി കൂടിയാണല്ലോ. അപ്പോൾ എഴുത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ മാധ്യമങ്ങളിലും എഴുത്താണ് അതിൻ്റെ ഒരു ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ഉള്ളടക്കം കൈകാര്യം ചെയ്തതിൽ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ
പ്രകടിപ്പിക്കാനുള്ള വേദി. നേരത്തേക്ക് ഒരു പ്രസാധകൻ വേണം, ഒരു പബ്ലിഷിംഗ് ഹൗസ് വേണം. എന്നാൽ ഇപ്പോൾ ഫേസ്ബുക്കിലടക്കം നമ്മൾ ഈ എഴുത്തുകാർ കൂടി വരികയാണ്. അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഫേസ്ബുക്കിലൂടെ നടത്താം എന്നുള്ള രീതിയിലേക്ക് എല്ലാവരും ഒരു വാർത്താ കേന്ദ്രമായി മാറുന്ന, ഉറവിടത്തിൻ്റെയോ ആധികാരികതയോ ഒന്നും ചെക്ക് ചെയ്യാതെ തന്നെ അങ്ങനെ എന്തും തങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഓരോ വ്യക്തിയും ഒരു മെസ്സേജാണ്, മീഡിയമാണ്. ആ മീഡിയം എന്ന് പറയുന്നത് ഒരു ന്യൂസ് ചാനലോ അല്ലെങ്കിൽ പത്രമോ അല്ലെങ്കിൽ ഒരു ആനുകാലികമോ അല്ലെങ്കിൽ റേഡിയോയോ ഒന്നും ആകാതെ ഓരോ വ്യക്തിയും ഒരു പ്രസാധകനോ അല്ലെങ്കിൽ ഒരു വാർത്താ കേന്ദ്രമോ വാർത്താ പ്രക്ഷേപണ ഇടമോ ആയി മാറുന്ന ഒരു മാറ്റം അത് വലിയ രീതിയിൽ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞില്ലേ? അതാണ് ഈ എന്താ നമ്മൾ രണ്ടുപേരും ഒരുപക്ഷെ ഞാൻ ദൂരദർശൻ പോലുള്ള ഇതിൻ്റെ സുജയുടേതായിട്ടുള്ള ലെവലിൽ ഈ ടെലിവിഷൻ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾക്ക് ഇതിനൊക്കെ വരാനുള്ള വ്യത്യാസത്തിനുള്ള കാരണം ഇതാണ്. ഒരു കാലത്ത് വാർത്തയുടെ ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ പത്രങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുഴുവൻ ഒരു ഗേറ്റ് കീപ്പറുടെ ഒരു ജോലി ഉണ്ടായിരുന്നു. നാളെ നാട്ടുകാർ എന്ത് വായിക്കണം, എന്ത് നാട്ടുകാരോട് എന്ത് പറയണമെന്നത് തീരുമാനിച്ചിരുന്നത് പത്രക്കാരായിരുന്നു. മലയാള മനോരമയുടെയോ മാതൃഭൂമിയുടെയോ എഡിറ്റോറിയൽ ബോർഡ് മീറ്റിങ്ങിൽ നാളത്തെ പത്രത്തിൽ കാരണം വിഷയങ്ങൾ ധാരാളം ഉണ്ടാവും. ഞാനത് കുറ്റമായിട്ട് പറയല്ല. നാളത്തെ പത്രത്തിൽ ഫ്രണ്ട് പേജിലും ഒന്നാമത്തെ പേജിലും മൂന്നാമത്തെ പേജിലും ആ 12 പേജ് ആണെങ്കിൽ 12 പേജ്, 10 പേജ് ആണെങ്കിൽ അതിലടക്കാവുന്ന ന്യൂസുകൾ മാത്രമേ പിറ്റേ ദിവസം നാട്ടുകാരുടെ അടുത്ത് വന്നിരുന്നുള്ളൂ. അപ്പോൾ ഒരു ഗേറ്റ് കീപ്പറുടെ ജോലി വളരെ കാലമായിട്ട് പത്രങ്ങൾ ചെയ്തിരുന്നു, മാധ്യമങ്ങൾ. കൊടുക്കേണ്ടതും കൊടുക്കേണ്ടാത്തതും. തീർച്ചയായിട്ടും. കാരണം ഞാനതിനെ അത് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ പറഞ്ഞതല്ല. പോസിറ്റീവായിട്ട് ഇപ്പം എല്ലാ ന്യൂസും ഉള്ള കാര്യങ്ങൾ മുഴുവൻ നമുക്ക് പറയാൻ നിവൃത്തിയില്ല. അതിൻ്റെ ഒരു സമയത്തിൻ്റെയും ഒരു സാധ്യതയുടെ ഒരു 12 പേജിൽ കൊള്ളാവുന്ന ആ ഒരു ഗേറ്റ് കീപ്പറുടെ ജോലി ഇന്നിപ്പോൾ പത്രങ്ങൾക്കല്ല, മാധ്യമ പ്രവർത്തകർക്ക് ഇല്ലാതായിരിക്കുകയാണ്. കാരണം അതിനുള്ള പ്രധാന കാരണം ഇതാണ്. എല്ലാവരും മീഡിയ ആണ്, എല്ലാവരും മെസ്സേജാണ്, എല്ലാവരും മെസ്സഞ്ചറാണ്, എല്ലാവരും എൻ്റർടൈനറാണ്. ഞാനിപ്പോൾ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ മറ്റവൻ ഇപ്പോൾ ബ്രേക്ക് ചെയ്യുമോ എന്നുള്ള ഒരു മത്സരത്തിലേക്ക് പോവുകയാണ്. അതെ. ആ ഒരു വലിയ പണ്ട് കാലത്തൊക്കെ കണ്ടു കാണും. ഇപ്പോൾ ഒരു പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ UNI PTI അല്ലെങ്കിൽ IANS ഇങ്ങനെയുള്ള 1-2 ന്യൂസ് ഏജൻസികൾ ഉണ്ടാകുമായിരുന്നു. പത്രപ്രവർത്തനം പത്രസമ്മേളനം കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാള മനോരമയും മാതൃഭൂമിയുടെ ഹിന്ദു ആയാലും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ആളുകളും പത്രപ്രവർത്തകർക്കൊക്കെ അവർക്ക് ചായ കുടിക്കാം, അവർ ഭക്ഷണം കഴിക്കാം, കുറക്കെ കഴിഞ്ഞ് വൈകുന്നേരം. കാരണം അവർക്ക് പിറ്റേ ദിവസം നാളത്തേക്ക് ഒരു ചെറിയൊരു ഒരു റിപ്പോർട്ട് മാത്രമേ അതിൽ കൊടുക്കാനുള്ളൂ. അത് എടുത്തേക്കാം, തള്ളിയേക്കാം. പക്ഷേ PTI, UNI, IANS പോലുള്ള ഏജൻസികൾക്ക് അങ്ങനെയല്ല. കാരണം അവർ ഇന്നിപ്പോൾ ഈ ഓരോ പത്രക്കാരനും ഒരു ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. കാരണം ന്യൂസ് ബ്രേക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക്. ഇതിനുള്ള കാരണം ഇന്നിപ്പോൾ അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ വേറൊരാളത് ചെയ്തിരിക്കും. നാട്ടുകാരെ അറിയിക്കാനുള്ള വഴികൾ അത്രയധികമായി. പിന്നെ ആത്യന്തികമായിട്ട് എനിക്ക് തോന്നുന്ന വേറെ പ്രധാന കാരണം മനുഷ്യരിൽ എല്ലാവരിലുമുള്ള ഒരു നാർസിസിസം ഉണ്ടല്ലോ. വലുതായിട്ട് നമുക്ക് നമ്മുടെ ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ എൻ്റെതല്ല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ സ്ഥല എൻ്റെ ഫുൾ ഫിഗർ. സരോജ് കുമാർ. അതെ. ഒരു നമ്മളെന്തോ ഒരു സംഭവമാണ്, നമ്മുടെ ഒച്ച നല്ല സുഖമാണ്, നമ്മുടെ മുഖം നല്ലതാണ്, നമ്മൾ പറയുന്നത് കേൾക്കാൻ നാട്ടുകാർക്ക് താല്പര്യമുണ്ട് എന്നുള്ളൊരു മിഥ്യാബോധം എല്ലാവർക്കും ഉണ്ട്. ഇതിവിടെ എന്നെ ഇരുത്തി പറയുമ്പോൾ എന്നെ കുറിച്ചാണെന്ന് തോന്നുന്നു. എന്നെ കുറിച്ചല്ല, പൊതുവെ പറഞ്ഞാണ് സാർ. എന്നെക്കുറിച്ച് എന്തായാലും അല്ല. അപ്പോൾ ഇത് രണ്ടും കൂടി. അപ്പോൾ ഇതിനുള്ളൊരു സാധ്യത വന്നു എന്നുള്ളത് കൊണ്ട് അതിനുള്ളൊരു എല്ലാവരും ഒരു വാർത്താ മാധ്യമത്തിൻ്റെ ഒരു ലെവലിലേക്ക് അങ്ങോട്ട് മാറിയിരിക്കുകയാണ് ആശയം. പിന്നെ വേറൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ കാര്യമായിട്ട് ആലോചിക്കാനുള്ളൊരു കാര്യം പലരും ആലോചിച്ചിട്ടുണ്ടാവാം. വാട്ട് ഈസ് സോ ഇമ്പോർട്ടൻ്റ് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ? വാട്ട് ഈസ് ദ ബേസിക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ആശയവിനിമയം അല്ലെങ്കിൽ ഈ പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ മാത്രം, കോട്ട് അൺകോട്ട് പത്രപ്രവർത്തനം എന്ന കമ്മ്യൂണിക്കേഷൻ ആ നിലയിൽ പറയല്ല, വാർത്തകൾ അറിയിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് ചോദിച്ചാൽ യു കനോട്ട് നോട്ട് കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. അത് പത്രപ്രവർത്തനത്തിൻ്റെ അല്ല, ഓരോരാളുടെയും ഈ 800 കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 15 ദശലക്ഷം അല്ലെങ്കിൽ 15,000 കോടി മനുഷ്യവർഗങ്ങൾ അല്ലെങ്കിൽ ജീവജാലങ്ങൾ, ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായി കമ്മ്യൂണിക്കേഷൻ. ഈറ്റിംഗ്, മേറ്റിംഗ്, സ്ലീപ്പിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഈ 4 ബേസിക് ഇൻസ്റ്റിങ്സ് എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. അപ്പോൾ ഭാഷയിൽ കൂടി സംവദിക്കുന്നത്, ഈ ലാംഗ്വേജ് എന്ന ഭാഷയിൽ കൂടി സംവദിക്കുന്ന ഒരു പക്ഷേ മനുഷ്യർ മാത്രമായിരിക്കും. 2 ഉറുമ്പുകൾ സംസാരിക്കുന്നു, വൃക്ഷങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ സംസാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ആശയം വേറൊരാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്നതാണ്.
അപ്പോൾ കുറച്ചു കാലം മാത്രമാണ് ഈ പത്രപ്രവർത്തകർ വിചാരിച്ചത് എൻ്റെ ഈ ജോലി എക്സ്ക്ലൂസീവാണെന്ന്. ആക്ച്വലി ഒരു എക്സ്ക്ലൂസിവിറ്റി ഇല്ലാത്തൊരു ജോലിയാണ് ഈ പത്രക്കാർ ചെയ്യുന്നത്. പത്രപ്രവർത്തനമോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ. ഒരു പോലീസുകാരന് മാത്രമേ ഒരു കുറ്റവാളിയെ പിടിക്കാൻ സാധിക്കൂ, ഒരു ട്രാഫിക് പോലീസിന് മാത്രമേ ഒരു ട്രാഫിക് ലൈറ്റ് അല്ല ബസ്സോ കാറോ പോകുന്നത് തടയാൻ പറ്റൂ, ഒരു റെയിൽവേ ഡ്രൈവർക്ക് മാത്രമേ വണ്ടി നിർത്താൻ പറ്റൂ, ഒരു റവന്യൂ സർവീസ് ഓഫീസർക്ക് മാത്രമേ റവന്യൂ കളക്ട് ചെയ്യാൻ പറ്റൂ, ഒരു മുക്കുവന് മാത്രമേ ചിലപ്പോൾ മീൻ പിടിക്കാൻ പറ്റൂ. അപ്പോൾ അതേപോലുള്ളൊരു എക്സ്ക്ലൂസിവിറ്റി പത്രപ്രവർത്തകനില്ല, കമ്മ്യൂണിക്കേറ്റർക്കില്ല. ഇവരെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിനൊരു മാധ്യമവും കൂടിയായി കയ്യിലൊരു ഈ ഫോൺ പോലുള്ളൊരു സാധനം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരിലും എത്തും എന്നുള്ളൊരു നിലയിലെത്തിയപ്പോൾ എല്ലാവരും കമ്മ്യൂണിക്കേറ്ററായി. അത് ഒരു കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നമുക്ക് തടയാൻ സാധിക്കാത്തൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ അതിന് ചില അപകടങ്ങളുമില്ലേ? ഇപ്പോൾ എല്ലാവരും കമ്മ്യൂണിക്കേറ്റേഴ്സായി മാറുന്നത് നമ്മുടെ ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നമുക്ക് ഒരാളോട് സംസാരിക്കാതെ, ആരോടും സംസാരിക്കാതെ ഒരു മനുഷ്യൻ എത്ര ദിവസം കഴിയാൻ സാധിക്കും? ചിലപ്പോൾ ആ രീതിയിലൊക്കെ ഒരു ആത്മീയമായ ഉണർവുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധ്യാനത്തിലൂടെയൊക്കെ അങ്ങനെ ഒരു ഓറ ഉള്ള ആളുകൾക്കൊക്കെ ഒരു പക്ഷേ സാധിക്കുമായിരിക്കും. പക്ഷേ ഒരു ശരാശരി മനുഷ്യന് സംസാരിക്കാതെ, മറ്റൊരാളോട് മിണ്ടാതെ അധിക ദിവസം ഇരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. അപ്പോൾ ഈ അങ്ങ് പറഞ്ഞു നിർത്തിയതിൽ നിന്ന് വന്നാൽ, ഇവിടെ മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകൾ വരുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഗേറ്റ് കീപ്പിംഗ് ഒരു 100% നടക്കുന്നുണ്ട് എന്ന് ഞാനും പറയുന്നില്ല. കാരണം മത്സരങ്ങളുടെ കാലമാണ്. ഇപ്പോൾ ഒരിടത്ത് വന്നില്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് വാർത്ത തേടി പോകുന്ന ഒരു വ്യഗ്രത ആളുകളും ഇന്ന് വളരെ ഫാസ്റ്റ് മൂവിംഗ് ആണ്. അവിടെ ഇല്ലെങ്കിൽ മറ്റിടത്തുണ്ടോ എന്ന് നോക്കാമെന്ന് കരുതി ഒരു മൊബൈൽ ഫോണിൻ ഒരു റിമോട്ടിൻ്റെ കീഴിലാണ് യഥാർത്ഥത്തിൽ ഈ ടെലിവിഷൻ ചാനലുകളുടെയൊക്കെ ഇപ്പോൾ റേറ്റിംഗ് ആയാലും എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആളുകൾ മാറിപ്പോകാതിരിക്കണമെങ്കിൽ ഇവിടെ എല്ലാം കൊടുക്കണം. ഇപ്പോൾ എല്ലാം കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റായി, എല്ലാത്തരം വാർത്തകളും ഉള്ള ഒരു ഇടമായി ഒരു ന്യൂസ് ചാനൽ അല്ലെങ്കിൽ ഒരു മാധ്യമം മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ എല്ലാ തരത്തിലുമുള്ള വാർത്തകൾ ഉണ്ടാകും, ആളുകളെ പിടിച്ചിരുത്തുന്ന വാർത്തകൾ ഉണ്ടാകും, അവതരണ രീതികളുണ്ടാകും. പക്ഷേ മറ്റിടങ്ങളിൽ ഈ വാർത്തകൾ ഇങ്ങനെ വന്നു വീഴുമ്പോൾ അതിനൊരു കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ ഇൻഫർമേഷൻ ആണല്ലോ വാർത്തയായി അല്ലെങ്കിൽ വസ്തുതയായി ആളുകൾ കൊടുക്കുന്നത്. അതിൽ തെറ്റായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഡീപ് ഫേക്കിനെ കുറിച്ച് അങ്ങേക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതേക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നുമുണ്ട്. നിർമ്മല സീതാരാമൻ പറഞ്ഞു, ഇത്ര രൂപ നിങ്ങൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇരട്ടിക്കും. അത് കേട്ട് എത്രയോ ആളുകൾ ആ ഒരു പദ്ധതിയിലേക്ക് പോയി ചാടിയതിന് ശേഷമാണ് അത് ഡീപ് ഫേക്ക് ആണ് എന്നുള്ളത് വ്യക്തമാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ചതിക്കുഴികൾ ഒളിഞ്ഞിരിക്കുന്നില്ലേ? പലയിടങ്ങളിലും പല തട്ടിപ്പുകളും നടക്കുന്നത് ഇങ്ങനെയുള്ള വാർത്താ ഉറവിടങ്ങൾ വരുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ടല്ലേ? അല്ല, അത് തന്നെയാണ് ഇത് ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതാണ് കാരണം. ഈ ടെക്നോളജിയെ പിടിച്ചു കെട്ടാൻ സാധിക്കാത്ത വിധത്തിൽ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞതിൻ്റെ ഇന്ത്യയിലല്ല ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു സംഗതി വന്നത് തന്നെ സ്വതന്ത്ര മാധ്യമം എന്നുള്ള നിലയിലാണ്. അപ്പോൾ വിദേശത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അത് തന്നെ വലിയൊരു ലോബിയാണ്. കാരണം അതൊരു താത്വികമായിട്ടുള്ള പ്രശ്നമാണ്. ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. അത് സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല. സ്വതന്ത്ര മാധ്യമം എന്നുള്ള നിലയിലാണ് ഇൻ്റർനെറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് പിന്നെ വേറൊരു കാര്യം, മാധ്യമങ്ങൾക്ക് ഇത്രയും കാലം ഇന്ത്യയിലൊക്കെ പോലുള്ള ഒരു സെൽഫ് റെഗുലേഷനാണ് മാധ്യമങ്ങൾ എപ്പോഴും. ഒരു കാലത്തും പത്രങ്ങളെയും ഇന്ത്യയിലാവട്ടെ പല ദിക്കിലും പത്രങ്ങളെയും നമ്മൾ കൺട്രോൾ ചെയ്തിരുന്നില്ല. റെഗുലേഷൻ ഉണ്ടായിരുന്നല്ലോ. റെഗുലേഷൻ ഇല്ലാത്തൊരു അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഇപ്പോൾ പോയിരിക്കുകയാണ്. പിന്നെ ഇതെങ്ങനെ ഒരു സാധനം ഉണ്ടായത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അതിൻ്റെ മുകളിൽ നിർഭരമാണത്. കാരണം അതിൻ്റെ മുകളിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ്. ഇൻ ദ സെൻസ് നല്ലതായിട്ടും ചീത്തയായിട്ടും ഉപയോഗിക്കാം. വളരെയധികം ആളുകൾ അതിനെ ചീത്തയായിട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം എന്നുള്ള ഒരു വ്യക്തിയുടെ കീഴിൽ 2 പോലീസുകാരെ നമുക്ക്, ഓരോ വ്യക്തിയുടെയും പിന്നെ 2 പോലീസുകാരെ നമുക്കില്ല ഇല്ലല്ലോ. ഐ മീൻ ഇന്ത്യയിൽ 120 കോടി ജനങ്ങളുണ്ട്. 120 കോടി ജനങ്ങളെ നോക്കാൻ, ഒബ്സർവ് ചെയ്യാനായിട്ട് 240 കോടി പോലീസുകാരെ 2 പോലീസുകാരെ വെച്ചിട്ടുണ്ടാക്കാൻ സാധിക്കില്ല. ഇതൊരു നിതാന്തമായിട്ടുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ അത് എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാമെന്ന് മാത്രം. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു മോണിറ്ററിംഗ് സംവിധാനം ഇല്ലെങ്കിൽ, ഇപ്പോൾ ഓൺലൈനുകൾ അത് ചാകര പോലെ ഇങ്ങനെ മുളച്ചു പൊന്തുകയാണ്. നല്ല രീതിയിൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തനം നടത്തുന്നവരുണ്ട്. അതേസമയം തന്നെ വ്യക്തികളെ അപകീർത്തിപ്പെടുത്തുക, അങ്ങനെയുള്ള ഗൂഢലക്ഷ്യങ്ങളോടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൃത്യമായ അജണ്ട വെച്ച് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പൊതുവെ ഇപ്പോൾ നേരത്തെ ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്ന കാലം, അതിനുശേഷം സ്വകാര്യ ചാനലുകൾ വരുന്നു, പിന്നീട് സ്വകാര്യ ന്യൂസ് ചാനലുകൾ വരുന്നു. അങ്ങനെ ഓരോന്നിനും ഓരോ ഘട്ടത്തിൽ ഒരു വളർച്ചയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ
എത്തി നിൽക്കുന്നത് നമുക്ക് ആർക്കും ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങാം, അല്ലെങ്കിൽ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. അവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക്, നമ്മൾ വാക്കിനെക്കുറിച്ചാണല്ലോ പറഞ്ഞു തുടങ്ങിയത്, അങ്ങനെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്ക് അതിനൊക്കെ കൃത്യമായ ഒരു റെഗുലേഷൻ വേണ്ടതല്ലേ? കാരണം ആർക്കും ആരെയും എന്തും പറയാം എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും ഇന്റർനെറ്റും ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഈ ഒരു ഡിജിറ്റൽ മാധ്യമരംഗവും ഇപ്പോൾ റെഗുലേഷൻ്റെ പുറത്തുള്ളൊരു കാര്യമല്ല. സർക്കാർ തീർച്ചയായിട്ടും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. വലിയൊരളവ് വരെ അതിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള ഇതുണ്ട്. ഇൻ്റർനെറ്റ് കോഡുകളുണ്ട്. IT ആക്ട് 1960 അനുസരിച്ച് അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് പക്ഷേ ഈ ടെക്നോളജി നമ്മുടെ കയ്യിൽ നിൽക്കാത്ത അത്രയും സ്പീഡിൽ പോകുന്നത് കൊണ്ട് ഒരു പ്രൊആക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റി നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാം ഒരു റെട്രോസ്പെക്റ്റീവാണ്. പ്രോസ്പെക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നാമത് സർക്കാരിൻ്റെ കാര്യങ്ങളൊന്നും, സർക്കാർ പല നിയമ സംവിധാനങ്ങളൊന്നും തന്നെ പ്രോസ്പെക്റ്റീവ് അല്ല. പ്രശ്നം വന്നത് ശേഷം മാത്രമാണ് സർക്കാർ നിയമ നടപടികൾ, നിയമസാധ്യതകൾ ഉണ്ടാക്കുന്നത്. ഓൾവേസ് ദ വേൾഡ് ഓവർ റെട്രോസ്പെക്റ്റീവാണ്. ഇന്നത് വരും, അതുകൊണ്ട് അതിനെ തടയാമെന്ന് വിചാരിച്ചിട്ട് ഒരു ലോകത്തൊരിക്കലും ഒരു നിയമ സംവിധാനം വന്നു. പ്രത്യേകിച്ചും ഈ സൈബർ ആക്രമണങ്ങളാണ്. അതിന്മേലൊക്കെയുള്ള കേസുകൾ, അല്ലെങ്കിൽ അതിൻ്റെ കേസിൽ അവസാനം ഒരു ശിക്ഷയിലേക്കൊക്കെ എത്തുന്നതിൻ്റെ അതിൻ്റെ ഒരു നീണ്ടുപോകുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ കാലദൈർഘ്യം എടുക്കുന്നു. ഞാൻ പരാതിപ്പെട്ടിട്ടും കാര്യമില്ല എന്നൊക്കെ കരുതി ഈ സൈബർ ബുള്ളിങ്, ഈ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലെ നല്ല എഴുത്തുകളെ കുറിച്ച് പറയുമ്പോൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെയുള്ള ആക്രമണങ്ങൾ അങ്ങയുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ സൈബർ ബുള്ളിങ് ഇതിൻ്റെ കൂടെ തന്നെ വളർന്നു വന്ന ഒന്നാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 6-7 വർഷത്തിനിടയിലാണ് അത് ഇത്രയും ഒരു പ്രചാരം നേടിയെടുത്തത്. അത് വലിയ രീതിയിൽ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളെ അപഹസിക്കുന്നതിന്, സാംസ്കാരിക മേഖലയിലുള്ളവരെ അപഹസിക്കുന്നതിന്, അങ്ങനെ ആർക്കും ആരെയും ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു സ്പേസായി കൂടി നമ്മൾ ഈ ഒരു ഭാഗത്ത് നല്ല കാര്യങ്ങൾ എടുത്തു കാട്ടുമ്പോഴും മറുഭാഗത്ത് ഇതും വളരുകയല്ലേ ഇതിൻ്റെ കൂടെ സമാന്തരമായി തന്നെ? സൈബർ ബുള്ളി, ഞാനതിൻ്റെ ഒരു മറുവശം പറഞ്ഞു നോക്കട്ടെ. ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ ഇലക്ഷൻ്റെ സമയത്ത്, തെരഞ്ഞെടുപ്പ് കാലത്ത് പാട്ടുകൾ, അല്ലെങ്കിൽ ലിമറിക്സ്, EMSനെ കുറിച്ചൊക്കെ പാടിയ പാട്ടുകളൊക്കെ ഇപ്പത്തെ ഹിറ്റ് പോറ്റിയെ കയറ്റിയാണ്. അതെ, അവൻ അരിയുണ്ടോ. ഈ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളും ആരോപണങ്ങളും കളിയാക്കലും ലിമറിക്സും എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. അതിൻ്റെ മാധ്യമം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ റീച്ച് വ്യത്യാസപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു പുതിയ സംഗതിയല്ല. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നാമത് ആളുകളുടെ എണ്ണം അധികമായി. ഇത് വാർത്ത സഞ്ചരിക്കുന്നതിൻ്റെ സ്പീഡും ദൂരവും വ്യാപ്തിയും അധികമായി. അതായത് പണ്ട് കാലത്തും പാരഡികൾ ഉണ്ടായിരുന്നു. തോട്ടിൻകരയിൽ വിമാനം ഇറക്കും, അങ്ങനെയുള്ള വാഗ്ദാന പാരഡികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡിസ്പ്ലേക്ക് കൂടുതൽ സ്പേസ് കിട്ടുകയാണ്. അപ്പോൾ അതിൽ അപകടവുമുണ്ട്, നല്ലതുമുണ്ട്. അതാ പറഞ്ഞത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പുതുതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഈ ജീവിതത്തിൻ്റെ സംവിധാനങ്ങളുടെ വ്യത്യാസത്തിനനുസരിച്ച് പ്രശ്നങ്ങൾ ഒരു പുതിയ ഇറ്റ് ടേക്സ് ന്യൂ ഷേപ്പ്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ സന്തോഷ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടു, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞല്ലോ, ഒരു നോവൽ, പുതിയ നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നോവലിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം ഈ ഒരു പുതിയ ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ. ജീവിതത്തിൻ്റെ തന്നെ ഒരു പതുക്കെയുള്ള ഒരു ചെറിയ ഗ്രാജുവലായിട്ടുള്ള മുന്നേറ്റം മാത്രമായിട്ട് ഇതിനെ കാണേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഒന്നാമത് സ്പീഡ്, വ്യാപ്തി, അത് ആളുകൾ വളരെയധികം. അപ്പം നമുക്ക് തോന്നുകയാണ് ഇത് കുറേയും കൂടി പ്രശ്നമാണ് എന്ന്. ഒരു പെർസെൻറ്റൈൽ വൈസ് ഐ തിങ്ക് ഇറ്റ് ഈസ് ദ സെയിം. ഇറ്റ് ഈസ് നോട്ട് ചേഞ്ച്. ഞാൻ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല. ഇതിലധികം ഇതിനെ നിയമവ്യവസ്ഥകളില്ലാതെയോ, ഇപ്പോൾ സൈബർ ക്രൈമിൻ്റെ കാര്യം പറഞ്ഞുവല്ലോ, എല്ലാ സംസ്ഥാനങ്ങളുടെ പോലീസുകൾക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈബർ സെക്യൂരിറ്റി സെല്ലുണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പോൾ കൊക്കൂൺ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ് 7 കൊല്ലമായിട്ടോ 8 കൊല്ലമായിട്ട് പോലീസുകാരുടെ കൊക്കൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട്. കേരള സൈബർ സെക്യൂരിറ്റി പോലീസ് IPS ഓഫീസേഴ്സിൻ്റെ സമ്മേളനമാണ് കഴിഞ്ഞ കൊല്ലം, അത് നവംബറിൽ കൊച്ചിയിൽ വെച്ച് നടന്നിരുന്നു. അപ്പോൾ സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ച് ദൂരദർശൻ്റെ കാര്യം പറഞ്ഞു വെച്ചാൽ, ദൂരദർശൻ DD നാഷണലിലും DD ന്യൂസിലും 2 പരിപാടികൾ, എനിക്ക് തോന്നുന്നു പല TV പോലെയുള്ള ചാനലുകളിലും ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബോധവൽക്കരണ പരിപാടികൾ, അല്ല അതിനെക്കുറിച്ച് അറിവ് കൊടുക്കുന്നത്, വാർത്താ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എഴുത്തുകൾ ഇല്ലാതെയില്ല. എല്ലാം അതിൻ്റെ നിലയിൽ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് സർക്കാർ. അതിൻ്റെ
പക്ഷേ ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ അത്രയധികം ആകുമ്പോൾ പലതും ചിലപ്പോൾ കടലിൽ കായം കലക്കിയതുപോലെ പ്രശ്നങ്ങൾക്ക് വൈവിധ്യം ഉണ്ടാവുകയാണ്. നമ്മളിപ്പോൾ സൈബർ ഇടങ്ങളിൽ നമ്മൾ എത്രത്തോളം സേഫ് ആണ്, അല്ലെങ്കിൽ സൈബർ ക്രൈംസ് എന്ന് പറയുന്നത് തന്നെ ആ രീതിയിൽ തന്നെ ഒരു കാറ്റഗറൈസ് ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ഇന്നലെ ഇപ്പോൾ എൻ്റെ മുന്നിൽ വന്ന ഒരു വാർത്ത, നമ്മുടെ സിബിൽ സ്കോർ ഉണ്ടല്ലോ, സിബിൽ സ്കോർ എല്ലാവർക്കും ഒരു വിഷയമാണ്. ലോൺ എടുക്കാനായി സിബിൽ സ്കോർ, അപ്പോൾ സിബിൽ സ്കോർ ഉയർത്തിക്കൊടുക്കാം എന്ന് പറഞ്ഞുള്ളതാണ് പുതിയ തട്ടിപ്പ്. നിങ്ങൾ 8,000 രൂപ തന്നാൽ നിങ്ങളുടെ സിബിൽ സ്കോർ ഉയർത്താം. ആ രീതിയിലുള്ള തട്ടിപ്പാണ്. ആ തട്ടിപ്പുകാരൻ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ ഇത് RBI ഒക്കെ റെഗുലേറ്റഡ് അല്ലേ എന്ന് ഈ വിളിക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ 8,000 രൂപ തന്നാൽ ശരിയാക്കി തരാം എന്ന് പറയുന്ന രീതിയിൽ, അത് സൈബർ ഇടങ്ങളിലാണ് ഈ പരസ്യങ്ങൾ വരുന്നത്. അപ്പോൾ ആളുകളെ വീഴ്ത്തുന്നതിനായിട്ടുള്ള ചതിക്കുഴികളും നമ്മൾ മുൻപുള്ള കാലഘട്ടത്തിൽ കണ്ടതിനേക്കാൾ കൂടുതൽ ക്രൈം റേറ്റ് അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ക്രൈംസ് അതിലേക്ക് പോകുന്നു. അതെല്ലാം നമ്മൾ ഈ വായിക്കുന്ന ഇടത്താണ്. അതിനുള്ള കാരണം എന്താ അറിയോ സുജയ? ദ വേൾഡ് ഓവർ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നോക്കിക്കോളൂ. ഇത് ഐ എം കമ്മിങ് ബാക്ക് ടു ദ സെയിം പോയിന്റ്. ഒരു കാലത്ത് ആടുമാഞ്ചിയം ഉണ്ടായിരുന്നു. ആടുമാഞ്ചിയത്തിൻ്റെ മുകളിലും ആളുകൾ ഇന്നിപ്പോൾ 8 കോടി അല്ല 800 കോടി ജനങ്ങളെന്നാണല്ലോ. 800 കോടി, ചിലപ്പോൾ 900 കോടി ആയിരുന്നു. 8 ബില്യൺ 8 to 9 ബില്യൺ 800 ബില്യൺ. അതിൽ 5.9 ബില്യൺ പീപ്പിൾ ആർ ഇൻ്റർനെറ്റ് യൂസേഴ്സ്. മൊബൈൽ ഫോൺ അത്രയും അധികം. ഇന്ത്യയുടെ കാര്യത്തിൽ 120 കോടി ജനങ്ങളിൽ 806 കോടി ജനങ്ങൾ ഇൻ്റർനെറ്റ് യൂസേഴ്സാണ്. അല്ല 891 മില്യൺ, അതായത് 80 കോടി ജനങ്ങൾ. 80.9 891. അതിൽ 491 കോടി മില്യൺ 49 point something crore ആർ സോഷ്യൽ മീഡിയ യൂസേഴ്സ്. പണ്ട് പത്രം വായിച്ചിരുന്ന വലിയൊരു ശതമാനത്തിനെ പത്രങ്ങളിൽ കൂടി ആടുമാഞ്ചിയം എന്ന് പറഞ്ഞ് പറ്റിച്ചതുപോലെ ഇപ്പോൾ ഒരു ടോട്ടൽ ഫോർ യു അല്ല. ഇതൊരു തട്ടിപ്പ്. കാരണം when more number of people are there, the beginners will always be initiated. ആദ്യമായിട്ട് അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് കുറവായിരിക്കും. ഇവരെ പിന്നെ പൈസയുടെ മുകളിൽ പൈസ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടൊക്കെ. അപ്പോൾ ഐ എം അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദ സെയിം പോയിന്റ്. ഇത് റീച്ചാണ് ഇതിൻ്റെ പ്രശ്നം. when number of more people are there, it is ഈ പ്രശ്നങ്ങൾ എല്ലാ സമയത്തും ഒന്ന് തന്നെയായിരുന്നു. ഇതേപോലെ തട്ടിപ്പുകാരെപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പം അവർക്കുള്ള അതിനുള്ള ഒരു സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ കൂടുമ്പോൾ അതിനധികം ആളുകൾ അതിലുണ്ട്. അപ്പോൾ അവരെ അതിന് തട്ടിപ്പിന് ഇരയാക്കാനുള്ള സാധ്യതകളും. അപ്പോൾ അങ്ങനെ ഇരയാക്കപ്പെടുന്ന അപ്പോൾ ആ വിക്ടിംസിന് വേണ്ടി സംസാരിക്കാനായിട്ട് മാധ്യമങ്ങൾ നിലയുറപ്പിക്കേണ്ടേ? അപ്പോൾ ഈ പുതുകാലത്തിൽ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുമ്പോൾ പണ്ടുള്ള 1960-കൾ മുതൽ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ആളുകളിലേക്ക് അവരുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നൊരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെ നിന്നൊരു തത്സമയ സംപ്രേഷണമാണ്. ഒരാളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, അല്ലെങ്കിൽ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനം അവിടെ നിന്ന് അവർക്ക് പണം അടയ്ക്കാനുള്ള സമയം പോലും അനുവദിക്കാതെ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം പിടിച്ച് പുറത്താക്കി പൂട്ടി അങ്ങനെ ഇരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അവിടെ ഒരു മാധ്യമത്തിന്റെ തത്സമയ കവറേജ് വരികയാണ്. അപ്പോൾ തന്നെ അവരെ സഹായിക്കാനുള്ള ആളുകൾ എത്തുകയാണ്. അപ്പോൾ ഈ കഷ്ടപ്പെടുന്നവരിലേക്ക് സഹായം എത്തുന്നതിന്, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് പുറം ലോകം അറിയുന്നതിന്, ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടേതടക്കം ക്രൂരത എന്താണ് എന്നുള്ളത് പൊതുജനത്തിന് ബോധ്യമാകുന്നതിലേക്ക് അങ്ങനെയുള്ള ഇടപെടലുകൾ മാധ്യമ ലോകത്ത് കൂടി വരികയല്ലേ നമ്മൾ പണ്ടുകാലത്ത് കണ്ടതിനേക്കാൾ? അതൊരു പോസിറ്റീവായ ചേഞ്ച് അല്ലേ? ഇതാണ് പറഞ്ഞത്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനനുസരിച്ച് പ്രശ്നങ്ങളുടെ പരിഹാരത്തിൻ്റെ സാധ്യതകളും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ നവമാധ്യമങ്ങളുടെ ഈ ഒരു വലിയ അറബ് സ്പ്രിംഗ്, സോഷ്യൽ മീഡിയയുടെ വലിയൊരു മുല്ലപ്പൂ വിപ്ലവം ഒരു ആദ്യത്തെയായിട്ട് നേപ്പാളിൽ സംഭവിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഗുണമായിട്ടാണ് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ഈ നിർഭയ കേസ് ഓർമ്മയുണ്ടാവുമല്ലോ. നിർഭയ കേസ് വന്ന സമയത്ത് വളരെയധികം ആളുകൾ ഇന്ത്യ ഗേറ്റിൽ വരുന്നതിനെക്കുറിച്ച് പോലീസിന് അറിവ് കിട്ടിയത് ഈ വാട്സപ്പിൻ്റെ ഒരു മൂവ്മെൻറ്റിനനുസരിച്ചാണെന്ന് പറയുന്നുണ്ട്. കാരണം സൈബർ സെക്യൂരിറ്റി പീപ്പിളും ഇതിൻ്റെ സോഷ്യൽ മീഡിയയെ ഗവൺമെൻറ് തലത്തിൽ അതിനെ ഒബ്സർവ് ചെയ്യുന്ന ആളുകളും കൂടി നോക്കിയിട്ടാണ്. അപ്പോൾ നവമാധ്യമങ്ങൾക്ക് ഇതിൻ്റെ ഗുണമില്ല എന്ന് പറയുന്നില്ല. ഇതിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, ശരിയാ, ബുദ്ധിമുട്ട്. ആൻഡ് ഗുഡ് ന്യൂസ് ഇസ് നോ ന്യൂസ് അല്ലേ? നല്ല ന്യൂസുകൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ വേറൊരു വലിയൊരു കാര്യം, ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയുടെ വളർച്ചയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഇന്നിപ്പോൾ കഴിഞ്ഞ കൊല്ലം യൂട്യൂബ് ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ്, അതായത് പാട്ടുണ്ടാക്കിയവർക്ക് അല്ലെങ്കിൽ അവരുടെ കോണ്ടൻറ്റ് അതിൽ വെച്ചിട്ട് $800 ബില്യൺ കഴിഞ്ഞ കൊല്ലം 800 മില്യൺ
ഡോളേഴ്സ് ആണ്, അതായത് 80 കോടിയല്ലേ ഡോളർ ആണ് കഴിഞ്ഞ ഒരു കൊല്ലം യൂട്യൂബ് മാത്രം ദ വേൾഡ് ഓവർ, ലോകം മുഴുവനായിട്ട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു 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 ശോഭനമായിട്ട് എഴുത്തുകാർക്കും സാധ്യതയാണ്. കാരണം ഈ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് അത് ഫേസ്ബുക്കിൽ എഴുതുന്നവർക്കായാലും ഇൻസ്റ്റഗ്രാം ആയാലും അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വരുമാന മാർഗമായി കൂടി മാറുകയാണ്. അപ്പോൾ ഒരു പ്രസാധകനോ അല്ലെങ്കിൽ ഒരു പബ്ലിഷിംഗ് ഹൗസോ വഴി ഒരു പുസ്തകത്തിന്റെ അതിന്റെ വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഓഹരി എന്നതിനപ്പുറം എഴുതുന്നതിന് ആ മാസം ഡോളേഴ്സ് വരികയാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ മാറ്റങ്ങളും ഉണ്ട്. പോസിറ്റീവായ ഇമ്പാക്ട് മനുഷ്യന്റെ ഒരു സമ്പദ്ഘടനയിലും ഉണ്ടാക്കുന്നില്ലേ? അതെ, അതാണ് പറഞ്ഞത്. അപ്പോൾ വാക്കു വരുമാനമായി മാറുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഈ നവമാധ്യമങ്ങൾ ബുദ്ധിമുട്ടുകൾ മാത്രമല്ല ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ അതൊരു വലിയ പ്രശ്നമല്ല എന്നല്ല, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സാധ്യതകളും അതുകൊണ്ടുണ്ടായിട്ടുള്ള സൗകര്യങ്ങളും ഒരു ക്രിയേറ്റീവ് സർഗാത്മക സമ്പദ് വ്യവസ്ഥ, ക്രിയേറ്റീവ് ഇക്കോണമി എന്നുള്ള പറഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം സർക്കാർ തന്നെ വെയ്ബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെമിനാർ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് മുൻകൈ എടുത്ത് നടത്തിയിട്ടുള്ളത് ബോംബെയിൽ. ഇനിയിപ്പോൾ അത് എല്ലാ കൊല്ലവും ഒരു ഇന്ത്യയെ ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയുടെ ബോംബെ അതിൻ്റെ ഹബ്ബാക്കി മാറ്റുക എന്നുള്ളൊരു തീരുമാനം കൊണ്ട്. അപ്പോൾ നവമാധ്യമങ്ങളുടെ സാധ്യതകളെ പോസിറ്റീവായിട്ട് അതിനെ പ്രത്യുത്പാദനപരമായിട്ട് അതിനെ ഉപയോഗിക്കാവുന്ന എത്രയോ കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. അത് ചാനലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇതൊരു ഗുണദോഷ സമ്മിശ്രമാണ് ജീവിതം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങേക്ക് പക്ഷേ അങ്ങയുടെ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അടുത്തൊരു തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വാക്ക് ഉപയോഗിക്കുന്നതിൽ അല്ലെങ്കിൽ പണ്ട് കാലത്ത് നിന്ന് ഇന്നത്തെ കാലത്തിലേക്ക് വരുമ്പോഴുള്ള മാറ്റം, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ 2 തലമുറയുടെ വക്താക്കളാണ്, 2 തലമുറയിലൂടെ കടന്നു വന്ന മനുഷ്യരാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചകൾ അല്ലെങ്കിൽ ഈ നവമാധ്യമങ്ങളിൽ ഇടപെടുന്നത് ജെൻസിയാണ്, 2000-ന് ശേഷം ജനിച്ച കുട്ടികളാണ്, അതിനുശേഷം 2015-ന് ശേഷമുള്ള ജെൻ ആൽഫയാണ്. അപ്പോൾ അവരെല്ലാം ഈ നവമാധ്യമങ്ങൾ അവർക്ക് ഒരു പരിചിതമായ ടൂളായി മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്തിന് ശേഷം ഇതറിയാത്ത ആരുമില്ല. ഇപ്പോൾ 16 വയസ്സായതിനു ശേഷം ഒന്നുമല്ല നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത്, അതിന് മുൻപ് തന്നെ കുട്ടികളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഈ മാറ്റത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അങ്ങയുടെ ഒരു കുട്ടിക്കാലത്തെ അല്ലെങ്കിൽ അങ്ങയുടെ ഒരു കൗമാരകാലത്തെ നമ്മുടെ ഓരോ വിചാരങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിനുള്ള വേദികൾ അത് യഥാർത്ഥത്തിൽ ഇന്നത്തെ കൗമാരക്കാർക്കും ഇന്നത്തെ യുവാക്കൾക്കും ഒക്കെ കൂടി വരികയല്ലേ? അപ്പോൾ വാക്കെന്ന് പറഞ്ഞാൽ അത് ഒരു എക്സ്പ്രഷന്റെ ഒരു ഉപകരണം കൂടിയാണല്ലോ. Sujaya, thank you for reminding me that I am old. You started like that. നമ്മൾ 2 ജനറേഷൻ ആണെന്ന് പറഞ്ഞു. അല്ല, ഞാൻ I'm jokingly said. Thank you that. ഈ ഇപ്പോഴത്തെ കാലത്തിനെ കുറിച്ച് വേർഡ്സ്വർത്ത് വളരെ ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയുണ്ട്. 2 വരികൾ കേട്ടിട്ടുണ്ടാവും. എന്താ ടു ബി യങ് sorry it was heaven to be alive on that day and to be young was very sorry I'm misquoting him. I'll have to get back to him. എൻ്റെ ചിന്ത അതായത് ഈ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ സമയത്ത് അന്ന് ജീവിച്ചിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അന്ന് ടു ബി യങ് വാസ് വെരി വെരി ഹെവൻ എന്നോ മറ്റാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതേപോലെയാണ് ഈ ഒരു നവമാധ്യമം, ഈ ഒരു കാലം, ഈ ഒരു മാറ്റം, ഈ കാലത്തിൻ്റെ മാറ്റത്തിൽ നമ്മൾ കണ്ടു എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. നമ്മളത് കാണുന്നു. പക്ഷേ ഈ സമയത്ത് ചെറുപ്പക്കാരായിരിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു സൗഭാഗ്യം വളരെ മനോഹരമാണ്. ഐ എം സോറി, ഐ കാൺട്ട് കോട്ട് വേർഡ്സ്വർത്ത്. സഡൻലി ഇറ്റ് ഇസ് നോട്ട് കമ്മിങ് ബാക്ക് ടു മീ. സോറി. Bliss was in the dawn to be alive, and to be young was very heaven. That was it. Thank you very much. Failing again. The proof that I am getting old. Bliss was to be, I mean, bliss was it to be in the dawn to be alive. To be young was very heaven. എന്നോ മറ്റേ. അപ്പോൾ അത് ഇപ്പോഴത്തെ കാലത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സത്യമാണ്. കാരണം ഇവരുടെ ഒരു സാധ്യതകൾ ഈ ഒരു മാധ്യമത്തിൻ്റെ ഇതിനും ബുദ്ധിമുട്ടുകളില്ലാതെ ഇല്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് പിന്നിലേക്ക് പോവാം. ഇന്നിപ്പോൾ ഞങ്ങൾ എൻ്റെ പ്രായക്കാരായിട്ടുള്ള ചില ആളുകൾ, ചില ഓൺടർപ്രണേഴ്സിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുമായിരുന്നു അവരുടെ മക്കൾ, എൻ്റെയും 10-23 വയസ്സായിട്ടുള്ള മകനാണ് എനിക്കുള്ളത്, അവരുടെയും ഏതാണ്ട് അതേ പ്രായത്തിലുള്ള കുട്ടികളാണ്, IIT-ലും അവിടെ ഇവിടെയൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾ, ഈ ഒരു നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് വരുന്ന അവരൊക്കെ പറയുന്ന ഐഡിയാസ്, അവരൊക്കെ ഈ ഒരു പുതിയ വിധത്തിൽ ജീവിതത്തിനെ അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പിനെ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയി പൈസ ഉണ്ടാക്കുക അല്ല കേട്ടോ. അതൊരു പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ചെറിയ നേരിയ ഗൂഢലക്ഷ്യം മാത്രമല്ല അതിൻ്റെ. പൈസ തീർച്ചയായിട്ടും ഉണ്ടാവുമായിരിക്കും. കാരണം
ആ ഒരു ഐഡിയ കൊണ്ടുപോകുന്നതിനുള്ള അവരുടെ ഒരു ഭാഗത്ത്, ഇപ്പോൾ വാക്കുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഭാഗത്ത്, ഇപ്പം 23 വയസ്സുള്ള മകനാണ് എനിക്ക്, നമുക്കൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പണ്ട് കാലത്ത് നമ്മൾ വായിച്ചിരുന്ന അത്രയും ഒന്നും നമ്മളൊക്കെ ഒരു വായനയിൽ താല്പര്യമുള്ളവരൊക്കെ, കാരണം പുസ്തകം, കാരണം മറ്റ് സാധ്യതകളില്ലാത്തത് കൊണ്ട് അധികം പുസ്തകം വായിച്ചിട്ടുണ്ട്. ഇന്നത്തെ പല തലമുറയുടെയും മാതാപിതാക്കളുടെ ഒരു കംപ്ലയിൻ്റ് ആയിരിക്കാം, അവരുടെ പരാതിയായിരിക്കാം, മക്കൾ പുസ്തകം വായിക്കുന്നില്ല. അവർ പണ്ടൊക്കെ സിനിമയ്ക്ക് പോവുക തെറ്റായിരുന്നു, സിനിമ കാണരുതെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ എല്ലാവരും പറയണം നീ ഒരു പുറത്തേക്ക് ഇറങ്ങുന്ന സിനിമയെങ്കിലും കാണുമെന്ന് ചോദിക്കുന്നത്. ഇതൊക്കെയാണെങ്കിൽ അവർക്ക് വിവരം അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ഈ ലോകത്തെന്താ നടക്കുന്നതിനെക്കുറിച്ച് അവരുടെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി, അവരുടെ എക്സ്പോഷർ ടു ഐഡിയാസ്, അവരുടെ ഇതൊക്കെ വളരെ വളരെ അധികമായിട്ടുണ്ട്. അതൊക്കെ ഈ ടെക്നോളജിയിൽ നിന്നുണ്ടായിട്ടുള്ള വലിയൊരു. ഞാൻ ചോദിക്കാൻ കാരണം, അങ്ങേക്കിപ്പോൾ മക്കളുമായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എല്ലാ സമയത്തും ഇൻട്രസ്റ്റ് ആർ ഡിഫറെൻറ്റ്, അങ്ങനെയുണ്ട് കേട്ടോ. അതിപ്പോൾ ഈ ഞാൻ വ്യക്തികളെ കുറിച്ച് സംസാരിക്കുന്നതിന് അർത്ഥമല്ലേ ഞാൻ എന്തായിരുന്നു നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളതല്ല, ഒരു പൊതുവായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ തന്നെ ചിലപ്പോൾ ഇത്രമാത്രം നവമാധ്യമമായിട്ട് ആകർഷണമാവുമോ എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിനാണെങ്കിൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിൽ കുറച്ചൊരു ടെക്നോളജിയിലൊരു ഇൻട്രസ്റ്റ് എന്നുള്ളത്, ടെക്നോളജിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇന്ന് ചെറുപ്പക്കാരനല്ലെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ള എത്രയോ ആളുകൾ എന്നെക്കാൾ വളരെയധികം ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് അതിനെക്കുറിച്ച് നന്നായിട്ട് ചെയ്ത് അതിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള ആളുകളെ എൻ്റെ സുഹൃത്തുക്കളെ എനിക്കറിയാം. നമ്മുടെ ഈ സദസ്സിലിരിക്കുന്നവരിൽ പലരും തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ്. എനിക്കുള്ള ഇൻട്രസ്റ്റ് അതൊരു വിഷയമല്ല, ഞാൻ എൻ്റെ. അപ്പോൾ പക്ഷേ പെർസെൻറ്റേജ് വൈസ് ഒരു 10 കുട്ടികളിൽ 8 പേർക്ക് അന്ന് സാധ്യതയില്ലായിരുന്നെങ്കിൽ ഇന്ന് 8 പേർക്ക് സാധ്യത ഉണ്ടാവുമായിരുന്നു. 10 പേർക്കും സാധ്യതയുണ്ട്, 2 പേർ അതിന് പുറപ്പെട്ടിട്ടില്ലെങ്കിൽ അത് അവരുടെ താല്പര്യക്കുറവായിരിക്കാം. ഞാൻ ചിലപ്പോൾ ആ 2 പേരിൽ പെട്ടേക്കാം. അത് വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. പക്ഷേ അന്ന് സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ഇന്ന് സാധ്യതകൾ വളരെയധികമുണ്ട്, എല്ലാവരിലും എത്തിയിട്ടുണ്ട്. ഒരു വിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ വിവരത്തിൻ്റെ, ഞാനതിനെ ഐ യൂസ് ടു കോൾ ഇറ്റ് ഡീപ് ബ്രാഹ്മണൈസേഷൻ ഓഫ് നോളജ് ട്രാൻസ്മിഷൻ. ഒരു വാർത്താവിനിമയത്തിൻ്റെ അറിവ് പകരലിൻ്റെ ജനാധിപത്യവൽക്കരണം. എല്ലാ കാലത്തും വിവരം അല്ലെങ്കിൽ വിദ്യാഭ്യാസം, അറിവ് പകരാനുള്ള കഴിവ്, അതൊക്കെ ഒരു ചെറിയൊരു സ്ഥാപിത വർഗത്തിൻ്റെ കയ്യിലായിരുന്നു. അതുതന്നെയാണ് ബ്രാഹ്മണിക്കൽ ക്ലാസ് പറയുന്നത്. ഐ എം നോട്ട് ടോക്കിംഗ് ഓഫ് ദ കേരള ബ്രാഹ്മൺ, ഇന്ത്യൻ ബ്രാഹ്മൺ, ആ ഒരു നമ്പൂതിരി ആ നിലയിലല്ല. ബോസ്റ്റൺ ബ്രാഹ്മൺസ്, there is a terminology called Boston Brahmins. ലാറ്റിൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി, പേപ്പൽ, എല്ലാ ദിക്കിലും knowledge was always in the control of അതിന്നില്ലാതായിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അതിൻ്റെ ബഹിർസ്ഫുരണമാണ് ഇത് മുഴുവൻ. ഇന്നിപ്പോൾ അറിയുന്ന എല്ലാ കാര്യങ്ങളും പണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ജെൻസി ഒക്കെ വന്നതിന് ശേഷം അങ്ങനെ ഒരു റിനൈസൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിലേക്കും. അവർക്കിപ്പോൾ ഒരു പഴയ തലമുറയെ അങ്ങനെയല്ല, അതിന് മുൻപുള്ള ഒരു തലമുറയുണ്ടല്ലോ, നമ്മുടെയൊക്കെ ഒരു പിതാമഹന്മാരുടെ ഒരു തലമുറ, അവരുടെ ഒരു തലമുറയ്ക്ക് എല്ലാം വെട്ടിപ്പിടിക്കണം, സ്വന്തമാക്കണം. ഞാൻ എല്ലാവരെയും ചേർത്താണ് പറയുന്നത്, വ്യക്തിപരമായും കൂടിയാണ്. അപ്പോൾ എല്ലാം വെട്ടിപ്പിടിക്കണം, സ്വന്തമാക്കണം, സ്വത്ത് കുന്നുകൂട്ടണം, അടുത്ത സന്തതി പരമ്പരകൾക്കായിട്ട് സമ്പാദിക്കണം. അതിൽ നിന്ന് മാറി ഇന്നത്തെ കാലമെന്ന് പറയുന്നത് അവർ വാക്കുകൾ ഉപയോഗിക്കുന്നതായാലും അവർ വളരെ പോസിറ്റീവാണ്, വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള പോസിറ്റീവായ വാക്കുകൾ, നെഗടിപ്പിക്കല്ലേ എന്നാണ് അവർ പറയുക. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ, മറ്റൊരാളെ നമ്മൾ പറയുന്ന ഒരു വാചകം പോലും ഒരാളെ വിഷമിപ്പിക്കരുത് എന്ന് ആഗ്രഹിച്ച് സംസാരിക്കുന്ന ഒരു തലമുറ നമ്മുടെ മുന്നിൽ വളർന്ന് നമുക്ക് ഒരു മാതൃക കാണിച്ചു തരികയാണ്. ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഇത്രയും ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റോടെ അല്ല കാണേണ്ടതെന്ന് നമ്മളെ തിരുത്തുന്ന ഒരു തലമുറ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നടന്ന് നീങ്ങുന്നുണ്ട്. അപ്പോൾ അവരുടെ വാക്കുകൾ അതുകൂടി നമ്മൾ കേട്ടുപോകേണ്ടതല്ലേ? പ്രത്യേകിച്ചും അവർ ഒരു സ്ലോ ലിവിങ്ങിന്റെ ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്ക് ഒന്നും വെട്ടിപ്പിടിക്കണം, അധിക ദൂരം ഓടണം, എത്ര ദൂരം ഓടിയാലും നിങ്ങൾക്ക് അവസാനം വേണ്ടത് 6 അടി മണ്ണ് മാത്രമാണെന്ന് തിരിച്ചറിയുന്ന ഒരു തലമുറയെ നമ്മൾ കാണുക. തീർച്ചയായിട്ടും ഐ ഫുള്ളി സപ്പോർട്ട് യു. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ പറയല്ല, നമുക്ക് കാരണം എനിക്ക് പരിചയക്കാർ ചെറിയ കുട്ടികളിൽ അവരിലുള്ള ഒരു സാമൂഹ്യ ബോധം അല്ലെങ്കിൽ ഈ പ്രകൃതിയോടുള്ള ഒരു ഇഷ്യൂ, ഇതിനെ തീർച്ചയായിട്ടും അവർ നമ്മുടെ ഒരു തലമുറയെക്കാട്ടിലൊക്കെ ഇപ്പോഴത്തെ ഈ ജനറേഷൻ സി എന്നുള്ളത് അവരുടെ വ്യക്തിബന്ധങ്ങൾ, അതിലുള്ള ഒരു സുതാര്യത, അതിലുള്ള ഒരു സത്യസന്ധതയൊക്കെ വളരെയധികം പ്രശംസാത്മകമാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ അവർ എല്ലാ മക്കളും, നമ്മുടെ കുട്ടികളൊക്കെ എല്ലാവരും പറയുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കേണ്ട, ഈ ഒരു പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടല്ലോ, വലിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമല്ല, കാലത്തിൻ്റെ മാറ്റം എന്നുള്ളത് ഈ മനുഷ്യൻ വളരെ കാലമായിട്ട്
ഈ 15,000 കോടി എന്ന് എത്രയാണെന്ന് വെച്ചാൽ ഈ ജന്തുജാലങ്ങളിൽ മനുഷ്യൻ മാത്രമാണ് പ്രകൃതിയെ ഏറ്റവും അധികം അവനവന് വേണ്ടി അതിൻ്റെ സുഖസൗകര്യത്തിന് വേണ്ടി പ്രകൃതിയെ ഏറ്റവും അധികം മനൂവർ ചെയ്യുന്നത്, അതിനെ മാറ്റി എടുക്കാൻ ശ്രമിക്കുന്ന ഒരേ ഒരു ജീവജാലം മനുഷ്യൻ മാത്രമാണ്. വേറെ ആരും ഇതേപോലെ വീടുകൾ ഉണ്ടാക്കുന്നില്ല, ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുന്നില്ല, TV AC ഉണ്ടാക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ള ബോധം അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി ചിന്തിക്കണം എന്നുള്ള ഒരു ചിന്ത പക്ഷേ ഈ ഒരു പുതിയ സമ്പ്രദായത്തിൽ ഇപ്പോഴത്തെ കുട്ടികളിൽ നമ്മുടെ കാലത്തുള്ളതിനേക്കാൾ ഒരു മേ ബി ഇറ്റ് സൈക്ലിക്കൽ ഓൾസോ. ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഒരു വേദിക് ഒരു പീരിയഡിലൊക്കെ പണ്ട് കാലത്ത് നമ്മളൊക്കെ പ്രകൃതിയായിട്ട് വളരെയധികം അടുത്ത് ജീവിച്ചിരുന്ന എല്ലാവരും, ഇന്ത്യ മാത്രമല്ല എല്ലാ ദിക്കിലും പ്രകൃതിയായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു. ആപസ്തംഭ സൂക്തം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളതാണ്. നമ്മൾ മരം മുറിക്കുന്നതിന് മുമ്പ് അതിനോട് അനുവാദം ചോദിക്കുന്ന ഒരു സമ്പ്രദായം ഇന്ത്യയിൽ മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അത് മായൻ സംസ്കാരത്തിലുണ്ടാവായിരിക്കും, ബ്രസീലിലുണ്ടാവാം, എല്ലാവരും. അപ്പോൾ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ ഇടക്കാലത്ത് വന്നു പോയിട്ടുള്ള മാറ്റത്തിന് ഒരു പക്ഷേ ഈ ഒരു പുതിയ തലമുറ അതിന് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കാൻ. അതായത് നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുന്നതിലായാലും പിശുക്കുന്ന, നമുക്ക് നമ്മുടെ ഈ സംഭാഷണം അവസാനിപ്പിക്കാനുള്ള ഒരു സമയത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ഈ വാക്കുകളുടെ ഒരു മാധ്യമ ലോകത്തെ ഉപയോഗം ഒക്കെ നമ്മൾ സംസാരിച്ചു. വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ മലയാളി പൊതുവെ പിശുക്കി തുടങ്ങിയോ? അങ്ങനെയൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടോ? കാരണം പരസ്പരമുള്ള സംഭാഷണങ്ങൾ, ഇന്റിമസി, അത് പഴയ തലമുറയിൽ നിന്ന് പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ അവർക്കിടയിൽ, പുതിയ തലമുറയ്ക്കിടയിൽ സംഭാഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഈ കണ്ണി പോകാതെ കുടുംബ ബന്ധങ്ങൾ അടക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, വ്യക്തിബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, സൗഹൃദങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ, അതിപ്പോൾ ഓഫീസ് സ്പേസസിലായിക്കോട്ടെ, എല്ലായിടത്തും ഈ വാക്കുകളുടെ ഉപയോഗം എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ലിമിറ്റഡ് ആകുന്നു, ചിലപ്പോഴൊക്കെ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ളത് മാത്രമാകുന്നു. അതിന് ഒരു സ്വാഭാവികത, തനിമ ഒക്കെ നഷ്ടപ്പെടുന്നുണ്ടോ? അതൊരു തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഈ കുട്ടികൾ നല്ലതാണെന്നോ അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ നല്ലതാണെന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഉൾവലിയാനുള്ള ഒരു ടെൻഡൻസി എല്ലാവരും ചെറിയ അവനവൻ്റെ സ്വന്തം ചെറിയ സ്പേസിൽ. ഇപ്പോൾ ഈ സൈബർ ക്രൈമിൻ്റെ കാര്യം പറഞ്ഞാൽ ഡൽഹിയിലൊക്കെയുള്ള ചില ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് പ്രവർത്തിക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നതാണ്. വലിയ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ 13-15 വയസ്സായിട്ടുള്ള കുട്ടികൾ അച്ഛൻ ഫോൺ എടുത്ത് മാറ്റി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് 13 വയസ്സുള്ളൊരു കുട്ടി അച്ഛനെ മൃഗീയമായിട്ട് മർദ്ദിക്കുകയാണ്. അങ്ങനെയുള്ള കേസുകളൊക്കെ. അപ്പോൾ ഇത് ഒരു ഗുണം മാത്രമല്ല. അപ്പോൾ ഈ ഒരു ഇടപഴകാനുള്ള ഒരു സോഷ്യൽ സ്പേസിന് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിന് അങ്ങനെയുള്ള അത് പണ്ട് കാലത്ത് കൂട്ടം കൂടി ഒരു എന്താ പറയുക ഒരു മാൻ ബോണ്ടിങ്ങോ ഒക്കെ പറയുന്നുണ്ടല്ലോ. ആ ഒരു മാൻ ബോണ്ടിങ്, വുമൺ ബോണ്ടിങ് എന്താ വെച്ചാൽ എല്ലാവരും കൂടി അതിലൊക്കെ വളരെയധികം കുറവ് വന്നിട്ടുണ്ട്. ഒന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ടുള്ള സൈബർ ബുള്ളിയിങ്ങോ അല്ലെങ്കിൽ അതിൽ കൂടി വരുന്ന മറ്റ് പല പ്രശ്നങ്ങൾ, അഡോളസെൻ്റ് ഏജിലുള്ള ആളുകളെ നമ്മൾക്ക് ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി അവരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ, മറ്റ് പല വിധത്തിൽ അവരെ ഉപയോഗിക്കാൻ, ഡ്രഗ് മാഫിയയ്ക്കായിട്ടും മറ്റ് പല കാര്യങ്ങളൊക്കെ ആയിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ധാരാളമുണ്ട്. ഇല്ലയെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ വ്യക്തികൾ ഗ്ലോബൽ വില്ലേജ്, മാർഷൽ മക്ലൂഹനൊക്കെ പറഞ്ഞുള്ള ഗ്ലോബൽ വില്ലേജ്, നമ്മൾ ലോകം ചുരുങ്ങി വരികയാണെങ്കിലും വ്യക്തികൾ തമ്മിലുള്ള അകലം ഒരുപക്ഷെ കൂടി വരുന്ന ഉള്ള വാക്ക് നമ്മൾ കേട്ടു തുടങ്ങിയത്, അല്ലെങ്കിൽ അതേക്കുറിച്ച് കൂടുതൽ പേരും തുറന്ന് പറയുന്നത്, അതൊരു അസുഖമല്ല, അതൊരവസ്ഥയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിഷാദത്തിലേക്ക് ഒരു മനുഷ്യൻ പോകുന്നത് വാക്കില്ലായ്മയും ഒരു കേൾവിയില്ലായ്മയും കേൾക്കാൻ ഒരാളില്ലാതാവുകയും ചെയ്യുന്ന ഒരു ഘട്ടം മുതലല്ലേ? അവിടെയും ഈ വാക്ക് പ്രധാനമല്ലേ? നമുക്ക് ഒരാളോട് ഏറ്റവും നന്നായി സംസാരിക്കാൻ സാധിക്കുക, അത് മാധ്യമങ്ങൾക്കായാലും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ ചിലരെ പെട്ടെന്ന് ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്നു, ചില വാർത്തകൾ കണ്ടിരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങൾ. നമ്മുടെ ഒരു മേഖല മാധ്യമമായതുകൊണ്ട് ഞാൻ അതിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ആളുകളുടെ വികാരവിചാരങ്ങളെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള വാക്കുകളുടെ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ, അതും നമ്മളിപ്പോൾ ഈ ഒരു മാറി വരുന്ന മാധ്യമ സംസ്കാരത്തിൽ കണ്ടുവരികയല്ലേ? തീർച്ചയായിട്ടും അതുണ്ട്. ഇത് വ്യക്തിബന്ധങ്ങളിൽ അണുകുടുംബങ്ങളാവുന്നതിന് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അണുകുടുംബങ്ങളാവുന്നത്, അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോകാൻ 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ, അത് ആ സമയം കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം, മാനസികമായിട്ടുള്ള വിഷമം, മറ്റു വിധത്തിൽ അത് തീർക്കാനുള്ള ഒരു ശ്രമം, ഇതൊക്കെ ഒരു പേരൻറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ആണ്. അത് ചെറിയ കേരളം പോലെയുള്ള ചെറിയ കുടുംബങ്ങളുടെ സ്ഥിതിയിൽ വളരെയധികം ആവുകയാണ്. നോർത്ത് ഇന്ത്യയിലും ഇത് കുറച്ച് കുറവായിരിക്കാം. കാരണം ഇപ്പോഴും ഗ്രാമപ്രദേശങ്ങളിൽ വലുതായിട്ടുള്ള കുടുംബ അന്തരീക്ഷം ഇപ്പോഴും അവിടെ കേരളത്തിനേക്കാൾ നിലനിൽക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ വ്യത്യാസമുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ഞാൻ ഈ വേർഡ്സ്വർത്തിനെ പറഞ്ഞല്ലോ, അതേപോലെ ചൈനയിലൊരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ചൊല്ലുണ്ട്, മേ യു ലിവ് ഇൻ ഇൻട്രസ്റ്റിംഗ് ടൈംസ് എന്ന്.
ഒരു ചൈനീസ് പഴമൊഴിയാണെന്നാണ് കേട്ടിട്ടുള്ളത്, മേ യു ലിവ് ഇൻ ഇൻട്രസ്റ്റിംഗ് ടൈംസ്. പഴമൊഴി അല്ലാതെ ഒരു കൈൻഡ് ഓഫ് എ വിഷ് എന്ന് നമുക്ക് തോന്നും. എല്ലാവരും വിചാരിക്കും നല്ല സമയങ്ങളിൽ ജീവിക്കട്ടെ. അത് ആക്ച്വലി ദ ഇൻട്രസ്റ്റിംഗ് ടൈംസിൻ്റെ അർത്ഥം റിവോൾട്ടിംഗ് ടൈംസ് എന്നാണ്. മേ യു ലിവ് ഇൻ ഇൻട്രസ്റ്റിംഗ് ടൈംസ് എന്ന് പറയുന്നത് അതൊരു അനുഗ്രഹമല്ല, അതൊരു ശാപവചനമാണെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഇപ്പം നമുക്കൊക്കെ അതായിരിക്കാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ടൈംസ് ആണ്. ഈ വേർഡ്സ്വർത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ടു ബി യങ് ഇസ് വെരി ഹെവൻ എന്നൊക്കെ തോന്നുമെങ്കിലും ഇത് പ്രശ്നമില്ലാത്തൊരു സമയമല്ല. പക്ഷേ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമില്ലാത്ത സമയം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാം. എല്ലാ സമയത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ഒരു 40 കൊല്ലം മുമ്പെയുള്ള വളർച്ചയുടെ സമയത്ത് പട്ടിണിയും പരിവട്ടായിരിക്കാം അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു 60-കൾ 40-കൾ. അപ്പോൾ പ്രശ്നങ്ങൾ ഓരോ വിധത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പോഴുള്ളത് ഈ ഒരു ടെക്നോളജിയുടെ ബാഹുല്യം, അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുട്ടികളുടെ life goes on. I don't know what else to say. I'm not being very എന്താ പറയുക, I'm not being very cynical or even philosophic. വാട്ട് ഇസ് എ വേ ഔട്ട് അറിയില്ല, അതാണ് കാര്യം. എന്തായാലും മീഡിയം അല്ലെങ്കിൽ മീഡിയ എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ലാസ്റ്റ് 17 മിനിറ്റ്സിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ നമുക്ക് ഓഡിയൻസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലേ? അവരില്ലാതെ എന്ത് സംഭാഷണം? ഇത്രയും നേരം ഞങ്ങളുടെ സംഭാഷണം കേട്ടിരുന്നവർക്ക് പുതുതായി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനോ ആ രീതിയിലാണ് ഈ സെഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇനിയുള്ള 16 മിനിറ്റും 55 സെക്കൻഡും ദൂരദർശനിലാണ് അദ്ദേഹം. അതുകൊണ്ട് ഞാൻ സെക്കൻഡിന് വരെ വില ഉള്ള അതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. സുജ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്താ ചോദിച്ചല്ലോ. വാട്ട് ഇസ് കമ്മ്യൂണിക്കേഷൻ? അതിൻ്റെ അവസാനത്തെ ചോദ്യമാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ആ ചോദ്യങ്ങളിൽ നിന്നൊരു ഞാൻ അതിൻ്റെ ഒരു മുൻകൂർ ജാമ്യം എടുക്കാനാണ്. കമ്മ്യൂണിക്കേഷൻ ഇസ് നോട്ട് വാട്ട് ഐ സേ, കമ്മ്യൂണിക്കേഷൻ ഇസ് വാട്ട് യു ഗെറ്റ്. നമ്മൾ രണ്ടുപേരും എന്തൊക്കെയോ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും വിചാരിച്ചിട്ടുണ്ടാകും നമ്മൾ എന്തൊക്കെയോ കൺവേ ചെയ്തു, നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളത്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് വാട്ട് വി സേ ഇസ് കമ്മ്യൂണിക്കേഷൻ, വാട്ട് ദേ ഗെറ്റ്. അവർക്ക് എന്താ മനസ്സിലാക്കിയതെന്ന് അവരിൽ നിന്ന് ചോദ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. അതിപ്പോ ലെറ്റ് us wait how bad communicators we were എന്ന് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവും. പ്ലീസ്, ചിലപ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആവും. I don't know. സാറിനോട് ഞാൻ പക്ഷേ അഡ്വാൻസ് ആയിട്ട് പറയണം, നമ്മൾ ഒരിക്കലും ഡിപ്രസ്ഡ് ആവാൻ പാടില്ല, നെഗടിക്കരുത്. That's right. അപ്പോൾ the stage is yours. ലാസ്റ്റ് 15 മിനിറ്റ്സ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന 1 മണിക്കൂറാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. എൻ്റെ പേര് ശ്യാമാണ്. എനിക്ക് ചോദ്യം ചോദിക്കേണ്ടത് ഈസ് ആൻ എക്സ്റ്റൻഷൻ ടു വാട്ട് യു സ്പോക്ക് അബൌട്ട്. ഈ അവസാനം പറഞ്ഞല്ലോ കമ്മ്യൂണിക്കേഷൻ ഇസ് അബൌട്ട് വാട്ട് യു ഗെറ്റ്. വെൻ യു സീ ടുഡേ വൺ ഓഫ് ദി മെയിൻ തിങ്സ് നമ്മൾ കാണുന്നത് അക്രോസ് സ്റ്റേറ്റ്സ് ഓരോ റീജിയണൽ ലാംഗ്വേജസിൽ വരുന്ന ഒരു പ്രൈഡും ആൻഡ് ആസ് എ റിസൾട്ട് ഒരു പൊസസീവ്നെസ് വിതിൻ ദോസ് സ്റ്റേറ്റ്സ്. ദാറ്റ് ഇൻ അഡീഷൻ ടു ഈ പറഞ്ഞ എല്ലാവർക്കും അറിയാം, യുനോ ഇഫ് സംതിങ് ഹാപ്പൻസ് ഇൻ എ സ്പെസിഫിക് പാർട്ട് ഓഫ് ദ കൺട്രി, ബാക്കി എല്ലാവർക്കും അതറിയാം. അപ്പോൾ ഇങ്ങനെ ലാംഗ്വേജ് വെച്ചിട്ട് വരുന്ന ഓരോ ഇഷ്യൂസ് ഉണ്ടല്ലോ, ലൈക്ക് സം വൺ ഹു സ്പീക്സ് ഹിന്ദി, വെൻ എ സൗത്ത് ഇന്ത്യൻ ഗോസ് ദെയർ, അവർക്ക് വരുന്ന മലയാളം മാത്രമേ അറിയുള്ളൂ, ഹിന്ദി അറിയില്ല എന്ന് പറയുമ്പോൾ വരുന്ന പ്രശ്നം. സോ ആസ് ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേറ്റേഴ്സ്, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് വി ക്യാൻ ഡു ടു ഡിസ്പെൽ ദാറ്റ് ടെൻഷൻ rather than heightening it? Vijay, you want to answer? I think the question is... Yeah, this question is... you're Shyam, no? Yes. Shyam, I would like to do a separate lecture on inherited identity for an hour. This is a very, very important topic. I can speak about it. I personally feel about it. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ? I don't want to talk about the current politics. I will not be dragged about Hindi, English, etc. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ഇൻഹെറിറ്റഡ് സഞ്ചിത സ്വത്വം, ഇൻഹെറിറ്റഡ് ഐഡൻറ്റിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബമാണ്. കുടുംബം, എവിടെ നമ്മൾ ജനിച്ചു വീഴുന്നു എന്നുള്ളതാണ് നമ്മുടെ. ബാക്കിയൊക്കെ ആർജിതം. ഞാനൊരു ഉദ്യോഗസ്ഥനാണ്, ഞാൻ അവിടെ പഠിച്ചു, കേരളത്തിലുള്ള ഒരാൾ ഡൽഹിയിൽ പോയി താമസിക്കുന്നു, ഇന്ത്യക്കാരൻ അമേരിക്കയിൽ, മാർവാനിയസ് കോളേജിൻ്റെ അലുമിനി, ഡോക്ടർ, വക്കീൽ, ഇതൊക്കെ അക്വയർഡ് ആണ്. ഇൻഹെറിറ്റഡ് ഐഡൻറ്റിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനിച്ച സ്ഥലം, ജനിച്ച വീട്, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ലാംഗ്വേജ്. അടുത്തത്, ഞാൻ വിശ്വസിക്കുന്നു കുടുംബം, സമുദായം, ജാതി, മതം ഇതൊക്കെ തന്നെ ചിലപ്പോൾ മാറാം. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഇൻ ടു ദാറ്റ്. അതൊരു കുറച്ച് ആസ്പത്രിയിലുള്ള ജനനം, ഒരു കിടക്ക മാറിക്കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. എന്നാൽ ഭാഷ അങ്ങനെയല്ല. ഈ
the answer that I want to give it to you is, the world over fights are on inherited identity. മണ്ണിൻ്റെ മക്കൾ വാദമാവട്ടെ, കണ്ണൂരുകാരൻ്റെ ഭാഷ മോശമാണ് തൃശ്ശൂരുകാരൻ്റെക്കാട്ടിലും, അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഷയെക്കാട്ടിലും നല്ലത് വള്ളുവനാടൻ ഭാഷയാണ്, ഈ തരത്തിലുള്ളത്, അല്ലെങ്കിൽ നമ്പൂതിരിയാണ് നായരെക്കാട്ടിലും നല്ലത്, മുസ്ലിമിനെക്കാട്ടിലും നല്ല ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ കർണാടകക്കാരൻ്റെ മണ്ണിൻ്റെ മക്കൾ, ഇന്ത്യ പാകിസ്ഥാൻ അടക്കം, ദ ബിഗർ ഫൈറ്റ്സ്, നൂറ്റാണ്ട് യുദ്ധം, എല്ലാ യുദ്ധങ്ങളും ഇൻഹെറിറ്റഡ് ഐഡൻറ്റിറ്റിയുടെ മുകളിലാണ്. ഇതിനെന്ത് ചെയ്യണമെന്നൊരു ചോദ്യം ചോദിച്ചല്ലോ. യു ആർ എ യങ് മാൻ, അതുകൊണ്ട് പറയാണ്, ലെറ്റ് us understand that the inherited identity is born out of a fact on which you and I have no control, which is based on birth, which is not your decision. Let us shift the fights to the acquired identity issues. വക്കീലാണോ നല്ലത്, എന്താണ് ഡോക്ടറാണോ നല്ലത് എന്നുള്ളതിൻ്റെ മുകളിൽ നമുക്ക് യുദ്ധം ചെയ്യാം. എൻജിനീയറാണോ നല്ലത്, അല്ലെങ്കിൽ ഇന്ന കോളേജാണോ നല്ലത്, മാരുവാനിയസ് കോളേജാണോ കണ്ണൂർ എസ് എൻ കോളേജാണോ നല്ലത്, അതിൻ്റെ മുകളിൽ ഒരു നൂറ്റാണ്ട് യുദ്ധം നടന്നിട്ടില്ല. ഈ ഒരു ബോധം എപ്പോൾ വലുതായിട്ട് ജനസംഖ്യയിൽ മാറി എത്തുന്നുവോ അന്നേ യുദ്ധങ്ങൾക്ക് വിരാമം ഉണ്ടാവുള്ളൂ. I rest my argument. ഇതിനെക്കുറിച്ച് 1 മണിക്കൂർ സംസാരിക്കാം. But to suggest is to create, to name is to destroy. Thank you. There is a I will not decide, sir. മാഡത്തിൻ്റെ പ്ലീസ് മാഡം. ഇല്ല, എനിക്ക് അവസാനം പറഞ്ഞ ഈ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിപ്രഷൻ അതുമായിട്ടാണ് സംസാരിക്കാനുള്ളത്. ഞാൻ കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് മാനസിക രോഗികളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണ് ഡിപ്രഷൻ്റെ കാരണമായിട്ട് ഞങ്ങൾക്ക് ഈ ലാസ്റ്റ് ഇപ്പോൾ പറഞ്ഞില്ലേ ഒരു 6 വർഷമായിട്ട് കൂടുതൽ ഉണ്ടെന്ന്, 5-6 വർഷമായിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ പോലും നടക്കുന്നില്ല. അച്ഛനമ്മ മക്കൾ തമ്മിലുള്ള അതിൽ ഈ നവമാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ ഈ മീഡിയയുടെയോ അതിപ്രസരം വളരെ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും മക്കളുമാണെങ്കിൽ തന്നെ വീട്ടിലൊരു ഫാമിലി ടൈം എന്നുള്ളത് ദിവസത്തിൽ ഒരു 1/2 മണിക്കൂർ പോലും ഇല്ല. ഓരോരുത്തരും അവരുടെ മീഡിയകളിൽ എൻഗേജ്ഡ് ആയ കാരണം. അപ്പോൾ ഈ ഡിപ്രഷൻ കൂടാനുള്ള ഒരു അതിൻ്റെ ഈ മീഡിയകളുടെയും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇതായിട്ട് എനിക്ക് വളരെ കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ വളരെ റീസെൻറ്റ് ഇയേഴ്സിൽ. അതൊന്ന് പറയാം. അതുകൊണ്ടാണ് ഇപ്പോൾ മാഡം സൂചിപ്പിച്ചതുപോലെ പലരും നമ്മൾ ഈ വാർത്തകളൊക്കെ കൊടുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ വാർത്തകളിൽ തന്നെ വരാറുണ്ട് ഈ വിഷാദത്തിലേക്ക് പോയി അതിനുശേഷം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാര മാർഗമല്ല എങ്കിൽ പോലും അതിലേക്ക് പോകാൻ പലരെയും പ്രേരിപ്പിക്കുന്നത് കേൾക്കാൻ ഒരാളില്ല, എന്നെ കേട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ ഒരാൾ ഉണ്ടായിരുന്നില്ല, അവിടെയൊക്കെ മിസ് ചെയ്യുന്നത് ഈ വാക്കാണ്. നമ്മുടെ വിഷയം വാക്കായതുകൊണ്ടാണ് അതിൻ്റെ പല തലങ്ങളിലേക്ക് പോയപ്പോൾ ഇതുകൂടി പരാമർശിച്ചു പോയത്. അത് അക്നോളജ് ചെയ്തതിന് മാഡത്തിന് താങ്ക് യു. ഇത് പക്ഷേ ഞാൻ ഐ ബെഗ് ടു ഡിഫർ വിത്ത് യു സുജയ. ഇത് കേൾക്കാൻ ഒരാളില്ല എന്നുള്ളതല്ല പ്രശ്നം. ആർക്കും കേൾക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഈ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളും പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട് അതിൽ. ഐ വിൽ വോണ്ട് ടു കറക്റ്റ് വോണ്ട് ടു ഡിഫർ വിത്ത് യു. നമ്മളിപ്പോൾ റോട്ടിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് കാണാം, ഒരു കാറിൽ 4 പേര് ഇരിക്കുകയാണെങ്കിൽ 4 പേരും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നതേ കാണുന്നുള്ളൂ. എവിടെ കണ്ടു കഴിഞ്ഞാലും ഫോണിൽ നോക്കിയിരിക്കുന്നവരെ അല്ലാതെ നമ്മൾ കാണുന്നില്ല, സംസാരിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നേ ഇല്ല. അപ്പോൾ ഇത് കേൾക്കാൻ ആളില്ലാത്തതല്ല പ്രശ്നം. ഞങ്ങൾ 2 പേരും കൂടി ഒരു കാറിൽ ഇപ്പോൾ എറണാകുളത്തേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഞങ്ങൾ 2 പേരും 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഷീ ഈസ് ബിസി വിത്ത് ഹെർ ഫോൺ, ഐ എം ബിസി വിത്ത് മൈ ഫോൺ. അത് തെറ്റിദ്ധാരണ, ഞാൻ സാറിനോട് സംസാരിക്കും. താങ്ക് യു. അപ്പോൾ ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്തതല്ല കാര്യം, സംസാരിക്കാൻ നമ്മൾ ഒരുക്കമല്ല എന്നുള്ളതാണ്. സാർ, അവിടെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പം എനിക്ക് സാറിനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ നമ്മുടെ ഫീലിങ്സിനെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം അതേ രീതിയിൽ ഉൾക്കൊള്ളുന്ന ഒരാളാണ് എന്നുള്ളൊരു ട്രസ്റ്റ് അവിടെ വേണമല്ലോ. ഒരു കുടുംബത്തിൽ ഇതൊരു പ്രശ്നമാണോ? അച്ഛനും അമ്മയും വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് എ ജനറൽ ഡിസ്കഷൻ സുജയാജി.
ശരിയാ, റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കില്ല. പക്ഷേ കുടുംബത്തിൽ അങ്ങനെയല്ലല്ലോ. ഇതിപ്പോൾ ഞാൻ കുടുംബത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. കുടുംബ ബന്ധങ്ങളിലും ആ മാറ്റം വരുന്നുണ്ട് സർ. കാരണം ഓരോ യൂണിറ്റ് ആയിട്ട് നമ്മളിപ്പോഴും കാണുമ്പോഴും ആ യൂണിറ്റിനുള്ളിൽ മൈക്രോ യൂണിറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ കണ്ടുവന്ന പരമ്പരാഗത കുടുംബ സങ്കല്പങ്ങളിൽ നിന്നൊക്കെ മാറുകയാണ്. ഓരോരുത്തരും ഓരോ മൈക്രോ യൂണിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടേതായ ലോകത്താണ്. അപ്പോൾ പരസ്പരമുള്ള ഒരു ഇഴയടുപ്പമൊക്കെ കുറഞ്ഞു വരികയാണ്. അതൊരു ഫാക്റ്റാണ്. I think it is a question of indoctrination. ഒരു വയസ്സുള്ള കുട്ടിയുടെ മുകളിലേക്ക് ഫോൺ കൊടുക്കുന്ന അമ്മമാരെ നമ്മൾ കാണുന്നുള്ളൂ. ഇവിടെ ഇരിക്കുന്ന അമ്മമാരെല്ലാവരും ഒന്ന് കൈബന്ധിച്ചോട്ടെ. കുട്ടി കരയാതിരിക്കാൻ ഫോൺ കൊടുക്കുകയാണ്. അച്ഛന്മാരും ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഇൻഡോക്ട്രിനേഷൻ. ലെറ്റ് us understand it. ആരെങ്കിലും ഒരാൾ തീരുമാനിക്കണം. ഇത് കരയാതിരിക്കാൻ കുട്ടിക്ക് ഫോൺ കൊടുക്കുക, കരഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കാൻ കുട്ടിക്ക് ഫോൺ കൊടുക്കുക. ഇതിനുള്ളൊരു ഏറ്റവും വലിയ വഴിയായിട്ട് നമ്മൾ ഈ ഫോണിനെ ഇതിനെ കാണിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. വി ഹാവ് ടു ടേക്ക് എ കോൾ. അല്ലാന്ന് പറയട്ടെ, എൻ്റെ കുട്ടിക്ക് ഞാൻ കരയുമ്പോൾ ഞാൻ കുട്ടിക്ക് ഫോൺ കൊടുക്കുന്നില്ല എന്ന് പറയുന്ന അമ്മ കൈ പൊന്തിക്കട്ടെ. താങ്ക്സ്, ഐ അപ്രീഷിയേറ്റ്. അവൻ സത്യമാണെന്ന് വിശ്വസിക്കുന്നില്ല എന്നുള്ള വേറെ കാര്യം. ക്ഷമിക്കണം, ഐ എം നോട്ട് ഡിബേറ്റിംഗ് വിത്ത് യു. പേഴ്സണൽ അല്ല കേട്ടോ. ഇനി നമുക്ക് 6 മിനിറ്റും 57 സെക്കൻഡും ആണുള്ളത്. എനിക്ക് തോന്നുന്നു നമുക്കൊരു 2-3 ചോദ്യങ്ങൾ കൂടി എടുക്കാം. നമുക്ക് പുസ്തക പ്രകാശനവും കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ can we make use of that time? Yeah, sure. അദ്ദേഹം എന്തോ ചോദിച്ചു. There's one more question. Okay, one more question. അദ്ദേഹം അവിടെ ഹലോ, അറിയാൻ ആഗ്രഹമുള്ളൊരു ചോദ്യം എന്ന രീതിയിലാണ് ചോദ്യം ചോദിക്കുന്നത്. ഇപ്പോൾ സുജയ ആണെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് നിരന്തരം ടെലിവിഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വളരെ പ്രശ്നകലുഷിതമായ ഈ കാലത്ത് പലതരം വാർത്തകൾ, വംശീയമായിട്ടോ അല്ലെങ്കിൽ പലതരത്തിലുള്ള വിഷം പിടിപ്പിച്ച വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മാധ്യമപ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പും ഇത്തരം വാർത്തകൾ നിരന്തരം അവതരിപ്പിക്കുന്ന ഈ കാലത്തും ഈ മനോഭാവത്തിൽ ജീവിതത്തോട്, വാർത്തകളോട്, ഭാഷയോട്, മറ്റെല്ലാ കാര്യങ്ങളോടും ഈ സമീപനത്തിൽ, പെർസ്പെക്റ്റീവിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് എന്നറിയാനാണ് ആഗ്രഹം. നമുക്ക് കുട്ടിക്കാലം മുതൽ തന്നെയുള്ള നമ്മുടെ ഇപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ജനിച്ചു വളരുന്ന ചുറ്റുപാടുകൾ, നമ്മുടെ ഇടപഴകുന്ന ആളുകൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, അതൊക്കെ നമ്മുടെ ഒരു സ്വഭാവ രൂപീകരണത്തിൽ അല്ലെങ്കിൽ ഓരോ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകളിലൊക്കെ വലിയ രീതിയിൽ പങ്കുവഹിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വാർത്തകളിൽ കാണുന്നതിൽ ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ മരണമൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞുൾപ്പെട്ടത്, അല്ലെങ്കിൽ സ്ത്രീകൾ ഉൾപ്പെട്ടത്, അവർക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ, അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ ഒരു വിഷമം, പെട്ടെന്നൊരു വിഷമം വരും. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും മോശം കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പോൾ ഒരാൾക്ക് മുന്നിൽ ഒരു വിഷമം വന്നാൽ, അല്ലെങ്കിൽ ഒരാൾ മുന്നിൽ നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ കുറച്ച് സെൻറ്റിയായി പോകുന്ന കുറച്ച് സെൻറ്റിമെൻ്റലായിട്ടുള്ള ആളാണ് വ്യക്തിപരമായി ഞാൻ. പക്ഷേ അതിനപ്പുറം നമുക്കൊരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ നമ്മുടേതായ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഒരു വിഷയത്തെ ഇപ്പോൾ അത് നമുക്ക് എത്രയും വേണ്ടപ്പെട്ട ആളുടെ മരണമാണെങ്കിൽ പോലും അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ബാധ്യതയുള്ള ഒരു ജോലിയിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് മനസ്സ് കല്ലാക്കി വെക്കേണ്ടി വരും. കല്ലല്ലെങ്കിൽ പോലും, ശരിക്കും കല്ലല്ല, പക്ഷേ അങ്ങനെ കല്ലാക്കി വെക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ മനോഭാവത്തിൽ വരുന്ന മാറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ മനസ്സിലാക്കുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ പൊയ്മുഖങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വെളിപ്പെടുമ്പോൾ, നമ്മൾ കരുതിയിരുന്ന ആളുകളൊന്നും അങ്ങനത്തെ ആളുകളല്ലല്ലോ എന്ന് പല കേസുകളിലൂടെ അല്ലെങ്കിൽ പല സംഭവങ്ങളിലൂടെയൊക്കെ ബോധ്യമാകുമ്പോൾ അതൊക്കെ തിരിച്ചറിവുകളായിട്ടാണ് വ്യക്തിപരമായിട്ട് ഞാൻ എടുക്കാറുള്ളത്. അതൊന്നും അഫക്റ്റ് ചെയ്യാറില്ല. നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു പോസിറ്റിവിറ്റി തരുന്ന ഒരു ശക്തിയോടുള്ള ഒരു വിശ്വാസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ അതിനെയൊക്കെ ഇതും മറികടന്നു പോകും, ഈ കാലവും
കടന്നു പോകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഈ നെഗടിച്ച് ഒരുപാട് കാലം ഇരിക്കരുതെന്ന് വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ, ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ എന്ത് ദുരനുഭവം ഉണ്ടായാലും അതിനപ്പുറം മറ്റൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവായ സംതിങ് ഈസ് വെയിറ്റിംഗ് ഫോർ യു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വാർത്തകളോ അല്ലെങ്കിൽ സംഭവങ്ങളോ ഒന്നും അത് ആ സമയത്ത് നമ്മൾ ഒരു മുറിവുണ്ടാക്കാം, പക്ഷേ അതിനെയും മറികടന്ന് പോവുക, അതാണ് ഇത്രയും വർഷവും സംഭവിച്ചിട്ടുള്ളത്. താങ്ക് യു. സർ, എനി ക്ലോസിംഗ് റിമാർക്സ്? ഞാൻ എൻ്റെ ചോദ്യങ്ങൾ എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടിച്ചോ? വാഗ്വാദം ചെയ്യില്ല എന്ന് പറഞ്ഞെങ്കിലും വാഗ്വാദത്തിനാണല്ലോ നമ്മൾ ഇരുന്നത്. രണ്ട് ഈ പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഇന്നത്തെ രണ്ട് പ്രധാന ഒരു ക്ലോസിംഗ് റിമാർക്സ് ചോദിച്ചുകൊണ്ടാണ്. ഗോർ വിഡാൽ എന്ന് പറഞ്ഞിട്ട് വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു അമേരിക്കൻ സോഷ്യൽ സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അറ്റ് എനി ഗിവൺ പോയിന്റ് ഇൻ ടൈം പബ്ലിക് ഒപ്പീനിയൻ ഈസ് എ കെയോസ് ഓഫ് സൂപ്പർസ്റ്റിഷൻ, മിസ്ഇൻഫർമേഷൻ ആൻഡ് പ്രിജുഡിസ് എന്ന്. ഈ വാർത്താമാധ്യമത്തിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. ഞാൻ ഇന്നത്തെ സോഷ്യോളജിയോ സോഷ്യൽ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, വാർത്താവിനിമയത്തിൻ്റെ. അപ്പോൾ ഈ പബ്ലിക് ഒപ്പീനിയൻ, അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറയുകയാണ്, ഈ പബ്ലിക് ഒപ്പീനിയൻ ഈ വാർത്താമാധ്യമം വളരെ കലുഷിതമായിട്ടുള്ള ഈ ഒരു സമയം, ഇതിൽ നിന്ന് സത്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ നേരിൻ്റെ ഒരു ചെറിയ നാര് ഇതൊക്കെ എടുക്കുക എന്ന വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാണ് ഇതെപ്പോഴും. കാരണം ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേറൊരാൾ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ നമുക്ക് സമയമില്ല, നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുന്നുമില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയുക, അത് കഴിഞ്ഞിട്ട് അവിടെ. അപ്പോൾ ഇതൊരു ഈ ഒരു ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ചെമ്പ് കടാരമാണ് ഇത്. അതുതന്നെയായിരിക്കാം ഒരുപക്ഷെ വ്യാസൻ മഹാഭാരതത്തിലും പറഞ്ഞിട്ട്, അദ്ദേഹത്തിന് മഹാഭാരതത്തിൻ്റെ അവസാനത്തെ ശ്ലോകം ഇത്രയൊക്കെ എഴുതിയിട്ട് 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും ഒക്കെ എഴുതി, ഭാഗവതം എഴുതി, ഭാരതം എഴുതിയിട്ട് അദ്ദേഹം പറയുന്നത് അവസാനത്തെ ശ്ലോകമാണ്, ഊർധ്വബാഹുർ വിരേമ്യേഷോ നഹി കശ്ചിത് ശൃണോതിമേ എന്നാണ്. ഞാനൊരു വലിയൊരു മാർക്കറ്റ് പ്ലേസിൽ 2 കൈ ഉയർത്തിയിട്ട് ഊർധ്വബാഹുർ വിരൗമി, ഞാൻ കരയുകയാണ്, നഹി കശ്ചിത് ശൃണോതിമേ, എന്നെ ആരും കേൾക്കുന്നില്ല എന്ന്. അന്ന് വ്യാസൻ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നൊന്നുമില്ല. ഇതിൻ്റെ പ്രശ്നം ഇതാണ്. പക്ഷേ അതിൽ നിന്ന് നേരിട്ട് എടുത്ത് ഈ ഗേറ്റ് കീപ്പറുടെ ജോലി കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷണലിൽ തീർന്നെങ്കിലും അതിൽ നിന്ന് നേരായ ഒരു നാരഴ കണ്ടെടുത്താനുള്ള ശ്രമം തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. അതിൻ്റെ വിധത്തിലേക്ക് ഇപ്പോഴത്തെ പുതിയ പത്രപ്രവർത്തന സമ്പ്രദായങ്ങൾ മാറുന്നുണ്ട്. ഇപ്പോൾ പത്രം വായിക്കുന്നതിൻ്റെ സമ്പ്രദായങ്ങൾ മാറുന്നുണ്ട്. അത് റിപ്പോർട്ടിങ്ങിൽ നിന്ന് അതിൻ്റെ അനാലിസിസിലേക്ക് വലിയ നിലത്തിൽ ഇതിന് തീർച്ചയായിട്ടും പത്രപ്രവർത്തനം എന്നുള്ളൊരു ജോലി ഇല്ലാതെയാവാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ഇതിൽ വാക്കുകൾക്ക്, പത്രപ്രവർത്തകൻ്റേതായാലും ശരി, നേരായ വാക്കുകൾക്ക്, ഒരു പക്ഷേ അത് എഴുത്തുകാരൻ്റെ ആവാം, ചിന്തകൻ്റെ ആവാം, വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട്. അത് അഭിപ്രായം പറയുന്ന, അതായത് വിതരണം എന്നുള്ള നിലയിൽ വാദത്തിന് പ്രാധാന്യമുണ്ട്, വാഗ്വാദത്തിനും അത് വളരെ പ്രധാനപ്പെട്ട. പക്ഷെ അത് ഇത്രയും ഒച്ചയുടെയും ബഹളത്തിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾക്കത് കണ്ടെടുക്കാനുള്ള ശ്രമം എല്ലാവർക്കും സാധിക്കുന്നില്ല. അത് വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്, പണ്ടത്തെക്കാളിലും അധികം. കാരണം എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ദാറ്റ് ഈസ് മൈ ക്ലോസിംഗ് റിമാർക്സ്. താങ്ക് യു വെരി മച്ച്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു സർ. താങ്ക് യു മാം. 2 പുസ്തകങ്ങൾ ഈ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും ആദ്യം വേദിയിലേക്ക് അഷ്ടവൈദ്യൻ ശ്രീ E.T. Neelakantan Moose, we request you to come up on stage. We would request you to pass on the book to Shri Satish. 2 പുസ്തകങ്ങൾ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ആയുർവേദിക് കുക്കിംഗ് ഫോർ ഹെൽത്തി ലൈഫ് ബൈ ഡോക്ടർ പ്രസാദ് വെളുത്തനാർ. ആ പുസ്തകം, അടുത്ത പുസ്തകവും വരുന്നുണ്ട്. സുജയ മാമിനുള്ള പുസ്തകം വേറെ റെഡിയാണ്. ശ്രീ സതീഷ് നമ്പൂതിരിപ്പാട് ആൻഡ് അഷ്ടവൈദ്യൻ ശ്രീ E.T. Neelakantan Moose will perform the launching of the book. എന്തായാലും വളരെ സ്റ്റിമ്യുലേറ്റിംഗ് ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണ് ഇവിടെ നമുക്ക് കേൾക്കാനായി സാധിച്ചത്. ആയുർവേദിക് കുക്കിംഗ് ഫോർ ഹെൽത്തി ലൈഫ് ബൈ ഡോക്ടർ പ്രസാദ് വെളുത്തനാർ. എവറിത്തിങ് സ്റ്റാർട്ട്സ് വിത്ത് കൺസംഷൻ. അത് കണ്ടന്റ് ആണെങ്കിലും ഭക്ഷണമാണെങ്കിലും എല്ലാം കൺസംഷനിലാണ് നിൽക്കുന്നത്. ഒരു ഹെൽത്തി കൺസംഷനുള്ള ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തുടർന്ന് I would request Venugopal sir, we request you to come up on stage.
ശ്രീ വേണുഗോപാൽ, ദി MD of OASIS. ഒരു പാരന്റിംഗ് അപാരത ഡോക്ടർ ഇർഷാദ് അലി രചിച്ച പുസ്തകമാണ്. നേരത്തെ സംഭാഷണത്തിൻ്റെ ഇടയിൽ പാരന്റിങ്ങിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. ഐ തിങ്ക് ദിസ് ഇസ് അപ്രോപ്രിയേറ്റ് ടു റിലീസ് ഒരു പാരന്റിംഗ് അപാരത ബൈ ഡോക്ടർ ഇർഷാദ് അലി. എന്തായാലും കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും ബേസിക് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് യു കനോട്ട് നോട്ട് കമ്മ്യൂണിക്കേറ്റ്. മാഡം, വി റിക്വസ്റ്റ് യു ടു പെർഫോം ദി ലോഞ്ച്. യു കനോട്ട് നോട്ട് കമ്മ്യൂണിക്കേറ്റിൽ നിന്നും തുടങ്ങി ഇന്നത്തെ കമ്മ്യൂണിക്കേഷനിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതിൽ വരെ എത്തി നിന്ന ഒരു ചർച്ചയായിരുന്നു. റിച്ച് വിത്ത് അല്യൂഷൻസ്, റിച്ച് വിത്ത് കൊട്ടേഷൻസ് ഫ്രം ക്ലാസിക്സ്. താങ്ക് യു മാം ആൻഡ് താങ്ക് യു സർ. ഡിക്കൻസിൻ്റെ ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഓഫ് ടൈംസ് ആൻഡ് ദ വേസ്റ്റ് ഓഫ് ടൈംസ് വിൽ ഫിറ്റ് ഇൻ ഹിയർ ആസ് വെൽ. വർഷങ്ങൾക്ക് മുന്നേ എഴുതിയത് ഇപ്പോഴും ഈ മാധ്യമരംഗത്തിനും ഇപ്പോഴും അത് പ്രസക്തമാണ് എന്ന് മനസ്സിലാക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു സർ. We request you to accept a memento. I got caught up in the moment. We request Ashtavaidyan Shri T. Nilamandan Moose to present a memento to sir. Thank you for taking us through the conversation. Thank you. And we would request Venugopal sir to present a memento to Sujaya ma'am. Thank you. ഒരു മാധ്യമ പ്രവർത്തനത്തിനിടയിൽ നമുക്ക് ആവശ്യമുള്ള ചില മൈൻഡ് സെറ്റുകൾ കുറിച്ചും മാഡമോട് സംസാരിക്കുകയുണ്ടായി. താങ്ക് യു വെരി മച്ച്. സി യു സർ. സി യു മാം.